എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും ശരിയാകും കേട്ടോ, ടെൻഷനാകണ്ടെന്നേ. എല്ലാം ശരിയാകും. ശരിയാകാതെ എവിടെ പോകാനാ? ഒന്നുകൊണ്ടും ടെൻഷനാകണ്ട കേട്ടോ. എന്തായാലും നമുക്കൊരു അടിപൊളി കഥയിലേക്ക് കിടക്കാം. നല്ല ത്രില്ലിംഗ് ആണ്, അവസാനം വരെ പിടിച്ചെടുത്തും. അതുകൊണ്ടൊന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ, മടി കാണിക്കാതെ. കഥയുടെ തുടക്കത്തിൽ തന്നെ 2001 ഒക്ടോബർ. മഴ പകൽ മുഴുവനും പെയ്തുകൊണ്ടിരിക്കുന്നു. രാത്രി 9 മണിക്ക് ശേഷം അത് കുറച്ചുകൂടി ശക്തമായി. മിന്നലില്ല, പക്ഷേ കാറ്റ് കൂടുതലായിരുന്നു. മഴ താളം പിടിച്ച് മേൽക്കൂരയിൽ അടിക്കുന്ന ശബ്ദം വ്യക്തമായി കേട്ടു. രാമസ്വാമിയുടെ വീടൊരു പഴയ വീടാണ്. നടുവിലൊരു വലിയ ഹാളുണ്ട്. ഹാളിൻ്റെ നടുവിൽ ഒരു മരത്തൂണിൽ ഒരു മണ്ണെണ്ണ വിളക്കുണ്ട്. രാത്രി 8 മണി. ഒരു വലിയ കുടുംബമാണ്. എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിക്കുന്നു. അന്ന് മഴ ദിവസമായതുകൊണ്ട് മീനാക്ഷിയും വീട്ടിലുള്ള മരുമക്കളും എല്ലാവരും ചേർന്ന് ഭക്ഷണമുണ്ടാക്കി. ചൂടുള്ള ചോറ്, പരിപ്പുകറി, ചമ്മന്തി, പപ്പടം, രസം. ലളിതമായ ഭക്ഷണം. അന്ന് രാമസ്വാമി അധികം സംസാരിച്ചില്ല. അത് ശ്രദ്ധിച്ചത് മീനാക്ഷി മാത്രമാണ്. രാത്രി 10 മണിക്ക് മുമ്പ് എല്ലാവരും പെട്ടെന്ന് ഉറങ്ങില്ല. ചിലർ സംസാരിക്കും, ചിലർ കിടക്കും. മീനാക്ഷി അടുക്കളയിലേക്ക് പോയി. മരുമക്കൾ 2 പേരും പാത്രങ്ങൾ കഴുകി തീർത്തു. ഒരാൾ പാത്രങ്ങൾ അടുക്കി വെക്കുകയാണ്. മീനാക്ഷി പാല് തിളപ്പിച്ച് ആ പാലെടുത്ത് മുകളിലേക്ക് പോയി. രാമസ്വാമി മുകളിലത്തെ ഒരു മുറിയിൽ പഴയ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിതുവരെ ഉറങ്ങിയില്ലേ? മീനാക്ഷി ചോദിച്ചു. ഇല്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അദ്ദേഹം പറഞ്ഞു. പാല് വെച്ചിട്ട് മീനാക്ഷി താഴെ ഇറങ്ങി തൻ്റെ മുറിയിലേക്ക് പോയി കിടന്നു. അവൾക്ക് ചെറിയൊരു ഉറക്കം വന്നിരുന്നു. ഈ കുടുംബം ഒരു വലിയ കൂട്ടുകുടുംബമാണ്. വീട്ടിലെ തലവൻ രാമസ്വാമി, അദ്ദേഹത്തിൻ്റെ ഭാര്യ മീനാക്ഷി, രാമസ്വാമിയുടെ മക്കൾ, മൂത്ത മകൻ അരുൺ, അരുണിൻ്റെ ഭാര്യ ലത, രണ്ടാമത്തെ മകൻ കാർത്തിക്, കാർത്തികിൻ്റെ ഭാര്യ രേവതി, മകൾ കമല, കമലയുടെ ഭർത്താവ് പ്രകാശ്, സഹോദരി സുമിത്ര, സുമിത്രയുടെ ഭർത്താവ് നാഗരാജ്, സുമിത്രയുടെ മകൻ വിജയ്, വിജയിൻ്റെ ഭാര്യ അനിത. രാമസ്വാമിയുടെ മകൾ കമലയും പ്രകാശും ഇപ്പോഴാണ് അവസാനമായി ഒരു 10 ദിവസമായിട്ടുള്ളൂ വന്നിട്ട്. ആ രാത്രി വീട്ടിലുണ്ടായിരുന്നവർ മൊത്തം 12 പേർ. ഒരേ രക്തബന്ധുക്കൾ. പുറത്തു നിന്നും ആരുമില്ല. ഈ കഥ 2001 നടന്ന കഥയായതുകൊണ്ട് മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ കാണിക്കില്ല. രാത്രിയായതുകൊണ്ടും മഴ കനത്തതുകൊണ്ടും വൈദ്യുതി പോയി. വീടിനുള്ളിൽ ഇരുട്ട്. മണ്ണെണ്ണ വിളക്ക് എപ്പോഴും നടുമുറ്റത്തുണ്ടാകും. കാരണം ഭൂരിഭാഗം പേരും തങ്ങളുടെ മുറിയിലേക്ക് പോയി. വീട് മുഴുവനും ശാന്തമായിരുന്നു. മഴയുടെ ശബ്ദം. ആ സമയത്ത് മുകൾ നിലയിലെ മുറിയിൽ രാമസ്വാമി മാത്രം ഉണർന്നിരുന്നു. അദ്ദേഹം ഒരു മണ്ണെണ്ണ വിളക്ക് അവിടെ വച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കിടക്കയിലില്ല. അദ്ദേഹം മേശക്കരികിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പഴയ ഫയൽ. ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ആ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഫയലിൽ ഒരുപാട് ആധാരങ്ങൾ ഉണ്ടായിരുന്നു. അത് തുറന്നു പിടിച്ച് അദ്ദേഹം നോക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്നൊരു ചെറിയ ശബ്ദം. രാമസ്വാമി താഴെ വീണു. അദ്ദേഹത്തിൻ്റെ കൈ ആ മേശയെ സാവധാനം തള്ളുന്നു. അദ്ദേഹം ശ്വാസം മുട്ടി. ശ്വാസം വലിച്ചു വിട്ടു. താഴെ ഉണ്ടായിരുന്ന അരുൺ ഇപ്പോൾ എന്തോ ശബ്ദം കേട്ട് ഉണർന്നു. അവന് മുകൾ നിലയിൽ ആരോ നടക്കുന്നത് പോലെയോ തട്ടുന്നത് പോലെയുള്ള ശബ്ദം കേൾക്കാൻ തുടങ്ങി. അരുൺ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. പക്ഷെ അവൻ മുകളിലേക്ക് പോയില്ല. രാത്രി 11 മണി. സുമിത്ര പെട്ടെന്ന് എന്തോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. പിന്നെ നിശബ്ദത. അതിനുശേഷം അരുൺ തൻ്റെ മുറിയിൽ നിന്നും പുറത്തു വന്നു. എന്തോ ശരിയല്ലെന്ന് അവന് തോന്നി. മുകളിൽ പോയി വാതിൽ തട്ടി. അച്ഛാ, അച്ഛാ. മറുപടിയില്ല. വാതിൽ ഉള്ളിൽ നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. അതിനുശേഷം രാത്രി 12 മണിയോടെ വാതിൽ തകർത്തു. രാമസ്വാമി കട്ടിലിൻ്റെ താഴെ വീണ് കിടക്കുന്നു. ശരീരത്തിൽ മുറിവുകളില്ല, പക്ഷേ മുഖത്ത് ഭയമുണ്ടായിരുന്നു. വലത് കൈകൊണ്ടുള്ള അടുത്തുള്ള മേശക്കാലിനെ അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നു. മേശക്കാലിൻ്റെ അടിയിൽ ചെറിയൊരു ഉരസൽ പാട്. അത് രാമസ്വാമി മേശ തള്ളിയതുകൊണ്ട് വന്ന പാടാണ്. അടുത്ത ദിവസം രാവിലെ മഴ നിന്നിരുന്നു. പക്ഷെ ആകാശം മുഴുവനും മേഘാവൃതമായിരുന്നു. രാവിലെ 5:45 ആദ്യ വെളിച്ചം വീടിൻ്റെ ഉള്ളിൽ കടക്കാൻ തുടങ്ങി. വൈദ്യുതി ഇതുവരെ വന്നില്ല. വീടിനുള്ളിൽ എല്ലാവരും വിഷമത്തിലാണ്. ശരീരം ഇപ്പോഴും മുകൾ നിലയിൽ തന്നെയുണ്ട്. ജനലിലൂടെ വന്ന പ്രകൃതിദത്ത വെളിച്ചം മുറിയെ സാവധാനം വെളിച്ചമുള്ളതാക്കി. ആ വെളിച്ചത്തിൽ രാമസ്വാമിയുടെ മുഖം വ്യക്തമായി കണ്ടു. ജീപ്പ് വീടിൻ്റെ മുന്നിൽ വന്ന് നിന്നു. പോലീസ് ഇറങ്ങി. മഴ നിന്നതുകൊണ്ട് മണ്ണ് നനഞ്ഞു കിടക്കുന്നു. ഇൻസ്പെക്ടർ സെൽവരാജ് ആദ്യം ചുറ്റുപാടും ഒന്ന് നോക്കി. മണ്ണ് നനഞ്ഞതാണെങ്കിലും പുതിയ പാദമുദ്രകളൊന്നുമില്ല. പുറത്തു നിന്നും ആരെങ്കിലും വന്ന അടയാളമില്ല. പിൻവാതിലുള്ളിൽ നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. രാവിലത്തെ വെളിച്ചത്തിൽ മുറി കൂടുതൽ വ്യക്തമായി. രാത്രി മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി കാണാൻ തുടങ്ങി. മേശക്കാലിൻ്റെ അടുത്ത് ചെറിയ വെള്ളപ്പാടുകൾ. തറയിലൊരു ചെറിയ കടലാസ്, മരുന്ന് പാക്കറ്റ് പോലെ. പാൽ ഗ്ലാസ് മേശക്കരികിലുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ആ പൊടികൾ ശ്രദ്ധയോടെ ശേഖരിക്കാൻ തുടങ്ങി.
രാത്രി പരിഭ്രമത്തിലായിരുന്ന കുടുംബം ഇപ്പോൾ രാവിലെ കുറച്ച് ശാന്തമായി കരഞ്ഞു തളർന്ന മുഖത്തോടെ ഇരിക്കുകയാണ്. ആ നിശബ്ദത നോക്കിക്കൊണ്ട് ഇൻസ്പെക്ടർ പറഞ്ഞു, ഇന്നലെ രാത്രി 10:30 മുതൽ 11 വരെയുള്ള സമയമാണ് പ്രധാനം. ആ സമയത്ത് ആരെങ്കിലും മുകളിൽ പോയിരുന്നോ? മീനാക്ഷി പറഞ്ഞു, ഇല്ല, പാൽ കൊടുത്തിട്ട് ഞാൻ വന്നു. നിങ്ങളുടെ ഭർത്താവ് മരുന്ന് വല്ലതും കഴിക്കാറുണ്ടോ? ഉണ്ട്, BP ഗുളിക കഴിക്കും. ഇൻസ്പെക്ടർ ഉടൻ ചോദിച്ചു, ആ ഗുളിക എവിടെയുണ്ട്? മരുന്നുകുപ്പി മേശയുടെ ഡ്രോയിലുണ്ടായിരുന്നു. രാത്രി നടന്ന ഈ മരണത്തെ പോലീസ് ഇൻസ്പെക്ടർ അന്വേഷിച്ച് ഇതൊരു സാധാരണ മരണമാണോ അതോ ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന രീതിയിൽ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഇൻസ്പെക്ടർ സെൽവരാജിന് മനസ്സിലായി, ഇതൊരു കൊലപാതകം പോലെ തന്നെയാണ്. ഇൻസ്പെക്ടർ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആ സ്ഥലം മുഴുവനും ശാന്തമാണ്. പുറത്തു നിന്നും ആരും വന്നിട്ടില്ല. പക്ഷെ സത്യം ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ആ വാക്കുകൾ വെളിച്ചത്തേക്കാൾ തണുപ്പുള്ളതായിരുന്നു. രാവിലെ 8:10. പോലീസ് ജീപ്പ് ഇപ്പോഴും വീടിൻ്റെ മുന്നിലുണ്ട്. നാട്ടുകാർ പുറത്ത് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. വലിയ കുടുംബമല്ലേ, രാമസ്വാമിക്ക് സ്വത്തുവകകൾ കൂടുതലുണ്ട്, ഉള്ളിൽ തന്നെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ടാകും എന്ന വാക്കുകൾ കാറ്റിൽ ഒഴുകി നടന്നു. ബന്ധുക്കൾ വന്ന് കരഞ്ഞിട്ട് പോയി. ഇൻസ്പെക്ടർ സെൽവരാജ് തിരക്ക് കൂട്ടിയില്ല. ഇത്തരം കേസുകളിൽ അദ്ദേഹം ഒരു കാര്യം ആദ്യം വിശ്വസിക്കും. ആദ്യത്തെ 1 മണിക്കൂർ വീട്ടിലുള്ളവരെ നിരീക്ഷിച്ചാൽ സത്യം ചെറിയ വിള്ളലുകളായി കാണാം. രാവിലെ വെളിച്ചം മുഴുവനും പരന്നിരുന്നു. മുകൾ നിലയിലെ മുറി സീൽ ചെയ്തു. കോൺസ്റ്റബിൾ ഒരാൾ വാതിലിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. താഴെ നടുത്തളത്തിൽ കുടുംബത്തിലെ മറ്റുള്ളവർ ശാന്തരായിരുന്നു. ഇൻസ്പെക്ടർ ചെന്ന് വീണ്ടും ചോദിച്ചു, ഇന്നലെ രാത്രി 10 മുതൽ 11 വരെ മുകൾ നിലയിൽ ആരും പോയില്ലേ? പുറത്ത് ആരെങ്കിലും പോയിരുന്നോ? എല്ലാവരും ഇല്ലെന്ന് പറഞ്ഞു. ആരെങ്കിലും ആ സമയത്ത് ഉണർന്നിരുന്നോ? മറുപടി ഇപ്പോൾ ഓരോരുത്തരിൽ നിന്നായി വന്നു. മീനാക്ഷി പറഞ്ഞു, 11 മണിക്ക് ശേഷം എന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നി. അരുൺ പറഞ്ഞു, എനിക്കെന്തോ ശബ്ദം കേട്ടു, ആരോ നടക്കുന്നത് പോലെ എനിക്കും തോന്നി. ഞാൻ പൂർണ്ണമായും ഉറങ്ങിയിരുന്നില്ല. കാർത്തിക് പറഞ്ഞു, എന്തോ ഒന്ന് ശബ്ദം കേട്ടു, പക്ഷേ എന്ത് ശബ്ദമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. സുമിത്ര പറഞ്ഞു, വാതിൽ വലിക്കുന്നത് പോലെയുള്ള ശബ്ദം കേട്ടു. ഇൻസ്പെക്ടർ ഉടൻ ശ്രദ്ധിച്ചു, വാതിൽ വലിക്കുന്ന ശബ്ദമോ? ഏത് വാതിൽ? സുമിത്ര മടിച്ചു നിന്നു. അറിയില്ല, ഒരുപക്ഷെ മുകൾ നിലയിലെ വാതിലായിരിക്കാം. പക്ഷെ മുകൾ നിലയിലെ വാതിൽ ഉള്ളിൽ നിന്നും പൂട്ടിയിരുന്നെങ്കിൽ പിന്നെ ആരാണ് വലിച്ചിട്ടുണ്ടാകുക? ഇൻസ്പെക്ടർ വീണ്ടും ആ ഗ്ലാസ് പരിശോധിച്ചു. പാൽ അതിൽ പകുതിയുണ്ടായിരുന്നു. അതിനു മുകളിൽ നേരിയൊരു പാടുണ്ടായിരുന്നു. പാൽ എപ്പോഴാണ് കൊടുത്തത്? 10 മണിക്ക്. 9 മണി മുതൽ 10 മണിക്കുള്ളിലായിരിക്കാം. എനിക്ക് സമയം കൃത്യമായി അറിയില്ല, മീനാക്ഷി പറഞ്ഞു. അദ്ദേഹം എപ്പോഴാണ് കുടിച്ചത്? അദ്ദേഹം ഉടനെ കുടിച്ചു. അദ്ദേഹം മരുന്ന് കഴിക്കുമോ പാൽ കുടിക്കുന്നതിന് മുമ്പ്? മീനാക്ഷി ആലോചിച്ചു. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ പാൽ കുടിച്ച ശേഷം കഴിക്കും. ഇൻസ്പെക്ടർ അവിടെ നിശബ്ദനായിരുന്നു. രാമസ്വാമി ഉപയോഗിച്ച BP ഗുളിക എടുത്തു. കുപ്പി തുറന്ന നിലയിലായിരുന്നു. പക്ഷേ ഗുളികയുടെ എണ്ണം ഒത്തുപോകുന്നില്ല. ഈ വീട്ടിൽ ആരെങ്കിലും അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കാറുണ്ടോ? മീനാക്ഷി പറഞ്ഞു, ചിലപ്പോൾ ഞാൻ മരുന്നെടുത്ത് കൊടുക്കും, ചിലപ്പോൾ എൻ്റെ ഭർത്താവ് തന്നെ എടുത്തു കഴിക്കും. ഇൻസ്പെക്ടർ ചോദിച്ചു, ഇന്നലെ നിങ്ങൾ മരുന്നെടുത്ത് കൊടുത്തോ? മീനാക്ഷിയുടെ കണ്ണുകളിൽ ആശയക്കുഴപ്പം. ഇല്ല, ഞാൻ അദ്ദേഹത്തിന് ഇന്നലെ മരുന്ന് കൊടുത്തില്ല. അദ്ദേഹം തന്നെ എടുത്തു കഴിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇൻസ്പെക്ടർ ഒരു ഫയലെടുത്തു. അതിൽ ഒരുപാട് ആധാരങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രധാന ഭൂമിഭാഗത്തിൻ്റെ പേജ് മാത്രമില്ല. അദ്ദേഹം ആ കുടുംബത്തിലുള്ളവരോട് ചോദിച്ചു, ഈ വീട് ആരുടെ പേരിലാണ്? അരുൺ പറഞ്ഞു, അച്ഛൻ്റെ പേരിൽ തന്നെയാണ് ഇൻസ്പെക്ടർ. അദ്ദേഹം വേറെ ആർക്കെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ? ഈ ചോദ്യത്തിന് ശേഷം കുടുംബത്തിൽ ആദ്യമായി ടെൻഷൻ വ്യക്തമായി കണ്ടു. കാർത്തിക് തലതിരിച്ചു. പ്രകാശ് ഒന്ന് കുനിഞ്ഞു. നാഗരാജ് ചുണ്ടുകടിച്ചു. ഇൻസ്പെക്ടർ സാവധാനം പറഞ്ഞു, ഏതോ പ്രധാനപ്പെട്ട ആധാരം മിസ്സായിട്ടുണ്ട്. അതേസമയം ഈ വീട്ടിൽ ഒരു മരണം നടന്നിരിക്കുന്നു. ഇതൊരു യാദൃശ്ചികതയല്ലല്ലോ. ഇൻസ്പെക്ടർ വീണ്ടും മുകളിലേക്ക് പോയി. അദ്ദേഹം കിടക്കയുടെ അടുത്തേക്ക് കുനിഞ്ഞു നോക്കി. കിടക്കയുടെ ഇടതുവശം ശരിയായി കിടക്കുന്നു, വലതുവശം അല്പം മടങ്ങിയിരിക്കുന്നു. അദ്ദേഹം ആ മടക്കിനെ സൂക്ഷിച്ചു നോക്കി. ടേബിൾ കാലിൻ്റെ അരികിൽ കുറച്ച് വെള്ളപ്പൊടി ഉണ്ടായിരുന്നു. അതും എടുത്ത് എവിഡൻസ് ബാഗിൽ വെച്ചു. ആശുപത്രി, ഉച്ച കഴിഞ്ഞ് 2:30. ഡോക്ടർ ഫോൺ ചെയ്തു. പുറമേ മുറിവുകളൊന്നുമില്ല സാർ, പക്ഷേ ശ്വാസകോശത്തിൽ പെട്ടെന്ന് ശ്വാസമുട്ടലുണ്ടായതുപോലെയുണ്ട്. കെമിക്കൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരണം സാർ. ഇൻസ്പെക്ടർ ശാന്തനായി ചോദിച്ചു, മരുന്നൊരു പക്ഷേ ഓവർഡോസ് കൊടുത്താൽ അത് സാധ്യമാണോ ഡോക്ടർ? സാധ്യതയുണ്ട് സാർ. വൈകുന്നേരം 4 മണി. പോലീസ് ഇപ്പോഴും വീട്ടിലുണ്ട്. ആ സമയത്ത് അരുൺ കാർത്തികിനോട് ശബ്ദമുയർത്തി സംസാരിക്കാൻ തുടങ്ങി. ഇന്നലെ നീയാണ് മുകളിൽ പോയതെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പോയിട്ടില്ലല്ലോ, ഞാൻ നിന്നെ കണ്ടു. രാത്രി നീ ആ ഭാഗത്ത് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ആ വാക്കുകൾ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും സ്തംഭിപ്പിച്ചു. ഇൻസ്പെക്ടർ സാവധാനം അടുത്തു വന്നു. എപ്പോഴാണ് കണ്ടത്? അവൻ രാത്രി ആ ഭാഗത്ത് പോയി പുകവലിച്ച് നടക്കാറുണ്ട്, കാർത്തിക് പറഞ്ഞു. ഇല്ല, ഞാൻ പോയിട്ടില്ല. ഇൻസ്പെക്ടർ ഉടൻ അത് കുറിച്ചു വെച്ചു. വൈകുന്നേരം. സൂര്യൻ മേഘങ്ങൾക്ക് പിന്നിൽ മറഞ്ഞു. ഇൻസ്പെക്ടർ സെൽവരാജ് പുറത്തുനിന്ന് വീടിനെ നോക്കി.
അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു. ഒരുപക്ഷെ ഗുളികകൾ തന്നെ അമിതമായി നൽകിയതാണെങ്കിൽ ആരോ കലക്കി നൽകിയതാണ്. ഇപ്പോൾ ഇൻസ്പെക്ടർ സെൽവരാജ് തിരിഞ്ഞ് അകത്തേക്ക് നോക്കി. ഇനി ആരും ഈ വീട് വിട്ട് പുറത്തു പോകരുത്. അത് കേട്ട ശേഷം ആ വലിയ വീട് ഒരു വലിയ കുടുംബം മാത്രമല്ല, അതൊരു ഹൗസ് അറസ്റ്റ് ചെയ്യപ്പെട്ട ജയിലായി മാറി. 3 ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ആ 3 ദിവസങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്ന ഓരോരുത്തർക്കും 3 വർഷങ്ങൾ പോലെയായിരുന്നു. അടുത്ത ദിവസം ആ ശരീരം സംസ്കരിച്ചു. പക്ഷെ ആ വീട്ടിലെ ചോദ്യം മാത്രം തീർന്നില്ല. ഇൻസ്പെക്ടർ സെൽവരാജ് ദിവസവും രാവിലെ വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹം ഒരിക്കലും തിരക്ക് കാണിച്ചില്ല. അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. കാരണം 2001 ഒരു കാര്യം മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരൂ. അത് സർക്കാർ ആശുപത്രി റിപ്പോർട്ടാണ്. ജില്ലാ സർക്കാർ ആശുപത്രി. മങ്ങിയ പെയിൻ്റടിച്ച വെള്ളച്ചുവരുകൾ. പോസ്റ്റ്മോർട്ടം മുറി എപ്പോഴും തണുപ്പുള്ളതാണ്. ഡോക്ടർ സുന്ദരം, 25 വർഷത്തെ പരിചയം. അദ്ദേഹം റിപ്പോർട്ട് പൂർണ്ണമായും തയ്യാറാക്കിയിരുന്നു. ഇൻസ്പെക്ടർ സെൽവരാജ് നേരിട്ട് വന്നു. അദ്ദേഹം ഫോണിലൊന്നും റിപ്പോർട്ട് ചോദിച്ചില്ല. ഡോക്ടറോട് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു, പുറമേ മുറിവൊന്നുമില്ല ഇൻസ്പെക്ടർ. ഇന്റേണൽ ഹെമറേജുമില്ല. ഹൃദയം ശരിയായിരുന്നു. തലച്ചോറിൽ അസാധാരണമായി ബ്ലീഡിംഗ് ഒന്നുമില്ല. ഇൻസ്പെക്ടർ ശാന്തമായി ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ഡോക്ടർ ഇത് സംഭവിച്ചിട്ടുണ്ടാകുക? ഡോക്ടർ ഇപ്പോൾ ഒരു ഫയൽ തുറന്നു. ശ്വാസകോശത്തിൽ കൺജഷൻ കൂടുതലാണ്. അതായത് ശ്വാസമുട്ടലുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് മെക്കാനിക്കൽ സഫോക്കേഷൻ പോലെയല്ല. ഇൻസ്പെക്ടർക്ക് ഉടൻ മനസ്സിലായി. അതായത് കെമിക്കൽ. ഡോക്ടർ തലയാട്ടി. രാമസ്വാമിയുടെ വയറ്റിലെ സാമ്പിളുകൾ, രക്തസാമ്പിൾ, ശ്വാസകോശ കോശങ്ങൾ എല്ലാം ജില്ലാ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരുന്നു. ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് രാമസ്വാമിയുടെ വയറ്റിൽ സൈനൈഡ് ഇല്ല, ആൽക്കഹോൾ ഇല്ല, സെഡേറ്റീവ് ഡ്രഗ്സ് ഇല്ല. പക്ഷെ ഒരു പ്രധാന കാര്യം, ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ക്രഷ്ഡ് ആൻറ്റി ഹൈപ്പർ ടെൻസീവ് ഡ്രഗ്, പൊടിച്ച BP ഗുളികളുടെ ഉയർന്ന അളവ്. ഇൻസ്പെക്ടർ പുരികമുയർത്തി. BP ഗുളികയോ? ഡോക്ടർ പറഞ്ഞു, അതെ. അദ്ദേഹം കഴിക്കുന്ന ഗുളികയുടെ അളവിനേക്കാൾ 3-4 മടങ്ങ് വീര്യം കൂടുതലായിരുന്നു. BP ഗുളിക സാധാരണ അളവിൽ കഴിച്ചാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കപ്പെടും. പക്ഷെ ഒരേ സമയം ഉയർന്ന അളവിൽ കഴിച്ചാൽ പെട്ടെന്ന് രക്തസമ്മർദ്ദം കുറഞ്ഞ് തലച്ചോറിലും ശ്വാസകോശത്തിലും ഓക്സിജന്റെ അളവ് കുറയും. തലക്കറക്കം വരും, ശ്വാസമുട്ടൽ വരും, തളർന്നു വീഴും. പ്രധാനമായും പുറമേ മുറിവുകളില്ലാതെ മരണം സംഭവിക്കും. ഇൻസ്പെക്ടർ ചോദിച്ചു, അദ്ദേഹം തന്നെ കൂടുതൽ അളവ് കഴിച്ചതായിരിക്കും? ഡോക്ടർ സാവധാനം മറുപടി നൽകി, ഗുളിക മുഴുവനായി വിഴുങ്ങിയാൽ വയറ്റിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇൻസ്പെക്ടർ നിശബ്ദനായിരുന്നു. ഗുളിക ആരോ പൊടിച്ച് പാലിൽ കലക്കി നൽകിയിട്ടുണ്ട്. ആ വാക്കുകൾ മുറിയിലെ തണുപ്പിനേക്കാൾ കൂടുതൽ തണുപ്പുള്ളതായിരുന്നു. ലാബിലേക്ക് അയച്ച പാൽ സാമ്പിളിലും അതിൻ്റെ അംശമുണ്ടെന്ന റിപ്പോർട്ട് വന്നു. അതും സ്ഥിരീകരിക്കപ്പെട്ടു. ഗുളിക പൊടിച്ച് പാലിൽ കലർത്തിയിരിക്കുന്നു. അളവ് ഒരു ഗുളികയല്ല, കുറഞ്ഞത് 4 ഗുളികകൾ. ഇൻസ്പെക്ടർ കണ്ണുകളടച്ചു. ഇത് അപകടമല്ല. ഇതൊരു ആത്മഹത്യയാകാനും സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഗുളിക ആരാണ് പൊടിച്ച് പാലിൽ കലർത്തിയത്? അത് ആസൂത്രിതമായ പ്രവൃത്തിയല്ലേ? ഇപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, അദ്ദേഹത്തിന് ഡിപ്രഷൻ ഹിസ്റ്ററി വല്ലതുമുണ്ടോ? അങ്ങനെയൊന്നുമില്ലെന്ന് കുടുംബം പറയുന്നു. സാധാരണ പോലെയായിരുന്നു. അങ്ങനെയെങ്കിൽ ഇത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല, മനഃപൂർവ്വം ആരോ ചെയ്തതാണ്, ഡോക്ടർ പറഞ്ഞു. ഇൻസ്പെക്ടർ സെൽവരാജ് തിരിച്ച് ജീപ്പിലേക്ക് മടങ്ങുമ്പോൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചു. പാൽ ആരാണ് കൊണ്ടുവന്നത്? മീനാക്ഷിയാണ് കൊണ്ടുവന്നത്. പക്ഷേ ഗുളിക കുപ്പി ഡ്രോയിലായിരുന്നു. അത് ആർക്കെടുക്കാൻ പറ്റും? ഇൻസ്പെക്ടർ വീണ്ടും വീട്ടിലെത്തി. കുടുംബമെല്ലാം ഇരിക്കുകയാണ്. അദ്ദേഹം റിപ്പോർട്ട് ഉടൻ പറഞ്ഞില്ല. ആദ്യം ഒരേ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആർക്കെല്ലാം രാമസ്വാമി കഴിക്കുന്ന BP ഗുളികയെക്കുറിച്ച് അറിയാം? അത് എവിടെയാണെന്നും അറിയാം? അരുൺ പറഞ്ഞു, അമ്മയ്ക്കറിയാം. അച്ഛൻ എപ്പോഴാണ് കഴിക്കുന്നതെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല. കാർത്തിക് പറഞ്ഞു, അതെ, ആ ഗുളിക എപ്പോഴും അച്ഛൻ്റെ ഡ്രോയിലാണ് വയ്ക്കാറുള്ളത്. ആ ഡ്രോയർ എല്ലാവരും തുറക്കാറില്ല. അമ്മയും അച്ഛനും മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. മീനാക്ഷി പറഞ്ഞു, അതെ, അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് എല്ലാവരും വരാറില്ല. ഞാനും എൻ്റെ ഭർത്താവ് മാത്രമാണ് ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ മക്കൾ വന്ന് സംസാരിക്കും. മറ്റാരും ആ മുറിയിൽ പോയി മരുന്നെടുക്കാറില്ല. ഇൻസ്പെക്ടർ ഉടൻ തിരിഞ്ഞു നോക്കി. എന്നിട്ട് റിപ്പോർട്ട് എടുത്തു. നിങ്ങളുടെ ഭർത്താവ് വിഷം കുടിക്കില്ലല്ലോ. അദ്ദേഹത്തിന് BP ഗുളിക അമിതമായി നൽകിയിട്ടുണ്ട്. അതും പാലിൽ കലർത്തി നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് മരിച്ചത്. ആ വീട്ടിലെ നിശബ്ദത ഒരു നിമിഷം കൊണ്ട് ചിതറിപ്പോയി. മീനാക്ഷി കരഞ്ഞു, അയ്യോ, ഞാനൊന്നും ചെയ്തില്ല ഇൻസ്പെക്ടർ. അരുൺ ഇപ്പോൾ കാർത്തികിനെ നോക്കി. കാർത്തിക് ഇപ്പോൾ സുമിത്രയെ നോക്കി. ഓരോരുത്തരും പരസ്പരം സംശയിച്ചു. ഇൻസ്പെക്ടർ സാവധാനം പറഞ്ഞു, ഈ വീട്ടിൽ ആരോ ഒരാൾ ഗുളിക പൊടിച്ച് പാലിൽ കലക്കി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു വാചകം കൂടി ചേർത്തു, അതുമാത്രമല്ല, ആ മിസ്സിംഗ് ഡോക്യുമെൻ്റ്, അതും ഇതിന് കാരണമായിരിക്കാം. ആ വലിയ വീട് ഇപ്പോൾ ഒരു കുടുംബ വീടല്ല. ഓരോരുത്തരും മറ്റുള്ളവരുടെ ശത്രുവാണ്. അടുത്ത ദിവസം രാവിലെ 9:30 ഇൻസ്പെക്ടർ സെൽവരാജ് ഒറ്റയ്ക്ക് വീടിനുള്ളിലേക്ക് കയറി. അദ്ദേഹം ഇപ്പോൾ ഒരു പേപ്പറിൽ 3 ചോദ്യങ്ങൾ എഴുതി. ഗുളിക ആർക്കെല്ലാം അറിയാം എവിടെയാണെന്ന്? പാല് കൊടുക്കാൻ ആർക്കെല്ലാം അനുവാദമുണ്ടായിരുന്നു? മിസ്സിംഗ് ഡോക്യുമെൻസിൽ ആർക്കെല്ലാം താല്പര്യമുണ്ട്? അദ്ദേഹം ആ പട്ടികയിൽ ഓരോരുത്തരുടെ പേരിന് മുന്നിൽ അടയാളമിട്ടു.
മീനാക്ഷിയെ തനിയെ വിളിച്ചു. നിങ്ങൾ പാല് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് എന്താണ് സംസാരിച്ചത്? അദ്ദേഹം എന്തോ ഒന്ന് ഫയലിലെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞു ഇതിങ്ങനെയായിരുന്നില്ല എന്ന്. എന്താണ് ഇങ്ങനെയായിരിക്കില്ല എന്ന് പറഞ്ഞത്? അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം മരുന്നെടുക്കാൻ അത് തുറന്നു. മീനാക്ഷി ആലോചിച്ചു. മരുന്നെടുത്തതുപോലെ കണ്ടില്ല. ഞാനുടനെ പാല് ടേബിളിലേക്ക് വെച്ച് താഴേക്ക് വന്നു. ഇൻസ്പെക്ടർ അവിടെ നിശബ്ദനായിരുന്നു. അദ്ദേഹം മനസ്സിൽ ചിന്തിച്ചു, ഗുളിക പൊടിക്കണമെങ്കിൽ സമയം വേണം. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുണ്ടാകുമല്ലോ. ഇദ്ദേഹം കുടിക്കുന്നതിന് മുമ്പ് ആരോ കലക്കി നൽകിയിട്ടുണ്ട്. ഇൻസ്പെക്ടർ ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും മുൻവശത്തെ ഉമ്മറത്തേക്ക് വിളിച്ചു. നോക്കൂ, ആ മിസ്സിംഗ് ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടുപിടിച്ചു. അത് അദ്ദേഹം വെറുതെ നുണ പറഞ്ഞതാണ്. പക്ഷേ മറ്റുള്ളവരുടെ പ്രതികരണം അറിയാനാണ് അങ്ങനെ പറഞ്ഞത്. ആ ഒരു നിമിഷം അരുൺ കണ്ണു ചിമ്മി. കാർത്തികുടൻ തലതിരിച്ചു. വിജയ് മാത്രം ശാന്തനായിരുന്നു. ഇൻസ്പെക്ടർ അത് മനസ്സിൽ കുറിച്ചു. അദ്ദേഹം വീണ്ടും മുകളിലെ മുറിയിൽ പോയി. അവിടെ ഒരു കാര്യം മാത്രം അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. മേശക്കാലിൻ്റെ അടിയിൽ കണ്ട ആ വെള്ളപ്പൊടി. ലാബിൽ പറഞ്ഞത് അത് ഗുളികപ്പൊടിയല്ല, അതൊരു കുമ്മായപ്പൊടിയാണെന്നാണ്. ചുണ്ണാമ്പ്. അങ്ങനെയെങ്കിൽ ആ ശബ്ദം, അദ്ദേഹത്തിൻ്റെ കട്ടിലിൻ്റെ ഉയരം, മേശയുടെ സ്ഥാനം, ജനലിലെ കാറ്റിൻ്റെ ദിശ എല്ലാം അദ്ദേഹം നോക്കി. ഒരാൾ ബോധം കെട്ട് വീഴുമ്പോൾ അയാളുടെ കൈ തട്ടുന്ന ദിശ സ്വാഭാവികമായിരിക്കില്ല. അദ്ദേഹം കിടക്കയിലിരുന്ന് അത് ചെയ്തു നോക്കി. കൈ തട്ടുമ്പോൾ മേശക്കാൽ തറയിലടിക്കും. ഠക്, അതായിരിക്കും ആ ശബ്ദം. ഇൻസ്പെക്ടർ താഴേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, പാലിൽ ഗുളിക കലർത്തിയത് അദ്ദേഹം കുടിച്ചു. 10-15 മിനിറ്റിൽ അത് പ്രവർത്തിച്ചു. അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന് ശ്വാസം മുട്ടാൻ തുടങ്ങി. അദ്ദേഹം തളർന്നു വീണു. മേശയിൽ പിടിച്ചു വലിച്ചു. അത് തട്ടി. അതാണ് ആ ശബ്ദം. ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും നിശബ്ദരായിരുന്നു. ആ ശബ്ദം കേട്ടവരെല്ലാം ഉണർന്നിരുന്നവരല്ലേ? അദ്ദേഹം ഓരോരുത്തരെയും നോക്കി. പക്ഷേ ശബ്ദം കേട്ടില്ലെന്ന് പറഞ്ഞവർ, നിങ്ങളെല്ലാവരും ശരിക്കും ഉറങ്ങിപ്പോയിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിജയനെ തനിയെ വിളിച്ചു. അന്ന് കൊലപാതകം നടന്ന രാത്രി 10:30 ശേഷം നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? വിജയ് ഞെട്ടിപ്പോയി. ഇല്ല, ഞാനൊന്നും ചെയ്തില്ലല്ലോ. അന്ന് ഞാൻ വന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുമ്മായപ്പൊടി ഒട്ടിയിരുന്നല്ലോ. വിജയ് ആഴത്തിൽ ശ്വാസം വലിച്ചു. ഇല്ല, കുമ്മായപ്പൊടിയോ? ഞാനൊന്നും ചെയ്തില്ല. ഞാൻ മുകളിൽ പോയിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ 10:30 അല്ല, ഒരു 8 മണിയോടെയാണ് പോയത്. ആ സമയത്ത് കസാരയ്ക്കെന്തോ ഒരു ആട്ടമുണ്ടെന്ന് കണ്ട് അത് ശരിയാക്കി വന്നു, അത്രമാത്രം. ഇൻസ്പെക്ടർ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കൊലപാതകം ചെയ്തവർ പരിഭ്രമിക്കില്ല. അവനൊരു തെറ്റ് ചെയ്യും. ആ തെറ്റാണ് അവനെ പിടികൂടുക. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ 3 പേർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഇതുവരെ പേര് പറഞ്ഞില്ല. പക്ഷേ കളി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരുന്നു. രാവിലെ 10:30. ഇൻസ്പെക്ടർ സെൽവരാജ് ഹാളിലുണ്ടായിരുന്ന പഴയ നീളമുള്ള മരക്കസാരയിൽ തനിയെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് മുന്നിൽ ഒരു വലിയ നോട്ട് ബുക്ക്. അതിൽ 12 പേരുകൾ. ആ പേരുകൾ ഒരു തവണ നോക്കി. അതിനുശേഷം സാവധാനം പേനയെടുത്തു. അദ്ദേഹം ഒരു വര മാത്രം വരച്ചു. അതിന് താഴെ മറ്റൊരു വാക്ക്. അദ്ദേഹം തലയുയർത്തി ആ വീടിനെ നോക്കി. ആ വീട്ടിൽ രണ്ടും കലർന്നിട്ടുണ്ട്. അദ്ദേഹം തനിക്കായി ഒരു നിയമം വെച്ചിരുന്നു. ഒരു മോട്ടീവുള്ള സ്ഥലം വിശ്വസിക്കരുത്. 2 മോട്ടീവുകൾ ഉള്ളിടത്താണ് സത്യം മറഞ്ഞിരിക്കുക. മൂത്ത മകൻ, വീട്ടിലെ കാര്യങ്ങൾ അധികം നോക്കിയവൻ, അച്ഛനോടൊപ്പം അധികം ഉണ്ടായിരുന്നവൻ. ഇൻസ്പെക്ടർ ആലോചിച്ചു. ഓൾറെഡി ബെനിഫിഷ്യറി ആയ ഇവൻ എന്തിനു കൊല്ലണം? പക്ഷെ മറ്റൊരു സാധ്യത, രാമസ്വാമി ഡ്രാഫ്റ്റ് മാറ്റാൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം. അതരുൺ അറിഞ്ഞിട്ടുണ്ടാവാം. കാർത്തിക് ബിസിനസ്സിൽ നഷ്ടം വന്നവൻ, ഒരുപാട് കടമുണ്ട്. സ്വത്ത് വിറ്റ് കിട്ടിയാൽ അവന് പണം ലഭിക്കും. പക്ഷെ രാമസ്വാമി ജീവിച്ചിരുന്നാൽ ആ സ്വത്ത് ഭാഗം വയ്ക്കാൻ നടക്കില്ല. അതുകൊണ്ട് അവന് കൊലപാതകം ചെയ്യാൻ ഒരു മോട്ടീവുണ്ട്. പ്രകാശ്, അവന് ഈ സ്വത്ത് കാര്യത്തിൽ മോട്ടീവ് കുറച്ച് കുറവാണ്. അവൻ മരുമകനാണ്. എങ്കിലും തൻ്റെ ഭാര്യയ്ക്ക് കിട്ടേണ്ട ലാഭം പ്രതീക്ഷിച്ചവൻ ഇത് ചെയ്തിരിക്കാം. അനിശ്ചിതത്വമാണ് മോട്ടീവ് ഉണ്ടാക്കുക. കാരണം ഭാര്യയ്ക്ക് സ്വത്തിൽ പങ്കില്ലെന്നറിയുമ്പോൾ കൂടുതൽ ദേഷ്യം വരും. സുമിത്ര, രാമസ്വാമിയുടെ സഹോദരി, അവളുടെ പ്രതികരണം ശാന്തമാണ്. ഇൻസ്പെക്ടർ അവളെ ശ്രദ്ധിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മറ്റൊരു കാര്യം. ശാന്തമായി ഇരിക്കുന്നു എന്നതുകൊണ്ട് അത് കുറ്റക്കാരിയല്ലെന്ന് അർത്ഥമില്ല. സുമിത്രയുടെ മകനോ മരുമകളോ, അവരുടെ പ്രവർത്തനങ്ങൾ അല്പം വ്യത്യസ്തമാണ്. ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്യണം. ഇൻസ്പെക്ടർ ഒരു വട്ടം വരച്ചു. അതിൽ 3 കാര്യങ്ങൾ: പ്രോപ്പർട്ടി, കൺട്രോൾ, ഈഗോ. ഈ 3ഉം ഒരു മനുഷ്യൻ്റെ അടുത്താണോ അതോ 3 പേരുടെ അടുത്താണോ ഉള്ളത്? അദ്ദേഹം ഇതുവരെ തീരുമാനമെടുത്തില്ല. അടുത്തതായി അദ്ദേഹം മറ്റൊരു വസ്ത്രം എഴുതി. ലാബിൽ നിന്നും മറ്റൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ആ റിപ്പോർട്ട് സത്യമല്ലായിരുന്നു. അതും അദ്ദേഹം ഒരു നുണ പറഞ്ഞതാണ്. അദ്ദേഹം സാവധാനം പറഞ്ഞു, ഗുളിക പൊടിച്ചവരുടെ കയ്യിലുള്ള കെമിസ്റ്റ് റെസിഡ്യൂ, മരുന്നംശമുണ്ടല്ലോ, അത് ആരുടെ കൈയുമായി മാച്ച് ആകുന്നു എന്ന് നോക്കണം. അന്നേ ദിവസം ഞാൻ ഫിംഗർ പ്രിന്റുകൾ എടുത്ത് വെച്ചിരുന്നു. ആ വാചകം തീർന്ന ഉടനെ മുറിയിലെ വായു മാറിപ്പോയി. ആരും ആരെയും നോക്കിയില്ല. പക്ഷെ ഇൻസ്പെക്ടർ ഓരോരുത്തരെയും നോക്കി. അരുൺ ഉടൻ കൈ പിന്നിലേക്ക് ഇട്ടു. കാർത്തിക് തല താഴ്ത്തി. കമല ഒന്നും മനസ്സിലാകാതെ നോക്കി. പ്രകാശ് ചുണ്ടും കടിച്ച്. മീനാക്ഷി കരയാൻ തുടങ്ങി. സുമിത്ര കൈകൾ കോർത്തു പിടിച്ച് ശാന്തമായിരുന്നു. വിജയ് കണ്ണുകൾ ഒഴിവാക്കി.
ഇൻസ്പെക്ടർ ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹം ഒരു വാക്കു മാത്രം പറഞ്ഞു. ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ആർക്കെങ്കിലും എന്നോട് തനിയെ സംസാരിക്കാനുണ്ടെങ്കിൽ അവസരം നൽകുന്നു. അതൊരു കെണിയായിരുന്നു. ഇൻസ്പെക്ടർ പുറത്തു പോയപ്പോൾ ആ വീട് സാവധാനം പിറുപിറുക്കാൻ തുടങ്ങി. ആരുടെ കയ്യിലായിരിക്കും ആ കെമിക്കൽ ഉണ്ടായിരിക്കുക? ഗുളികപ്പൊടി ഉണ്ടായിരുന്നോ? ആരാ അന്ന് അടുക്കളയിൽ വന്നത്? ഉച്ചയ്ക്ക് 12:10 ഇൻസ്പെക്ടർ വീണ്ടും വന്നു. അന്ന് കൊലപാതകം നടന്നപ്പോൾ പാൽ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? വീണ്ടും ഒന്ന് പറയാമോ? അടുക്കളയിൽ എല്ലാവരെയും നിർത്തി. മീനാക്ഷി അടുപ്പ് കാണിച്ചു കൊടുത്തു. ലത പാലെടുത്ത് വെച്ച പാത്രം എടുത്തു. അനിത പഞ്ചസാര പാത്രം എടുത്തു. ഇൻസ്പെക്ടർ ചോദിച്ചു, ഈ സ്ഥലത്ത് വേറെ ആരെല്ലാം വന്നു? സുമിത്ര സാവധാനം പറഞ്ഞു, ഞാൻ ഒരു തവണ ഗ്ലാസ്സിൽ വെള്ളം എടുക്കാൻ വന്നു. വിജയന്റെ ഭാര്യ പറഞ്ഞു, ഞാനും ഒരു തവണ വന്നിരുന്നു. എൻ്റെ ഭർത്താവിന് ബിസ്ക്കറ്റ് എടുക്കാൻ. എപ്പോഴാണ് വന്നത്? ഒരു 8 മണിയായിട്ടുണ്ടാകും. അത് ടൈം ലൈനുമായി ഒത്തുപോയി. ഇൻസ്പെക്ടർ അത് നോട്ട് ചെയ്തു. വൈകുന്നേരം 4 മണി. ഇൻസ്പെക്ടർ തനിയെ അരുണിനെ വിളിച്ചു. നിന്റെ അനിയനാണ് സസ്പെക്ട്, പ്രതി. ഇൻസ്പെക്ടർ ഇത് നുണയായിട്ട് പറഞ്ഞു. അവൻ 10 മണിക്ക് ശേഷം മുകളിൽ പോയത് കൺഫേമാണ്. അരുൺ ദേഷ്യത്തോടെ പറഞ്ഞു, അറിയാം സാർ, അവൻ തന്നെയായിരിക്കും അത് ചെയ്തതെന്ന് എനിക്കറിയാം. അവനായിരിക്കും. ഇൻസ്പെക്ടർ ആ ദേഷ്യം നിരീക്ഷിച്ചു. അതിനുശേഷം കാർത്തികിനോട് തനിയെ സംസാരിച്ചു. കാർത്തിക്, നിന്റെ ജ്യേഷ്ഠൻ ചെയ്യാനാണ് സ്ട്രോങ് ആയിട്ടുള്ള മോട്ടീവ് ഉള്ളത്. അത് കേട്ട കാർത്തിക് ആശയക്കുഴപ്പത്തിലായി. അങ്ങനെയുണ്ടോ സാർ? അവൻ എന്താണ് മോട്ടീവ്? അറിയില്ല സാർ. ഞങ്ങളുടെ അച്ഛൻ എല്ലാ സ്വത്തും അവനാണ് കൊടുത്തത്. അവൻ എന്തിനാണ് കൊലപാതകം ചെയ്യാൻ പോകുന്നത്? ഇൻസ്പെക്ടർ രണ്ടുപേരെയും സൂക്ഷിച്ചു നോക്കി. രണ്ടുപേരും പറഞ്ഞതിൽ സത്യമുള്ളതുപോലെ തോന്നി. അതിൽ കള്ളത്തരമില്ലാത്തതുപോലെ തോന്നി. ഒരുപക്ഷെ ഇതാണോ ഇവരുടെ ഏറ്റവും മികച്ച അഭിനയം? അടുത്ത ദിവസം വീടിപ്പോൾ ഔദ്യോഗികമായി ഹൗസ് അറസ്റ്റിലായിരുന്നു. ഇൻസ്പെക്ടർ ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തില്ല. പക്ഷെ അദ്ദേഹം ഉത്തരവ് നൽകിയിരുന്നു, അന്വേഷണം കഴിയുന്നതുവരെ ആരും വീട് വിട്ടു പോകരുത്. വീടിൻ്റെ മുന്നിൽ ഒരു പഴയ അംബാസഡർ കാർ വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങിയവർ ലതയുടെ അച്ഛനും അമ്മയുമാണ്. അതായത് മൂത്ത മരുമകളുടെ മാതാപിതാക്കൾ. അവരുടെ മുഖത്ത് പരിഭ്രമം. അവരുള്ളിലേക്ക് കയറിയതും അരുൺ അസ്വസ്ഥനായി. എന്തു പറ്റി മാമ? ഇപ്പോൾ എന്തിനാ വന്നത്? ലതയുടെ അച്ഛൻ്റെ ശബ്ദമിടറി. മരുമകനെ, ഞങ്ങൾക്ക് നോട്ടീസ് വന്നു. വീട് ജപ്തി ചെയ്യും, അത്ര തന്നെ. ആ വീടിനുള്ളിൽ ആ വാക്കുകൾ എല്ലാവരെയും നടുക്കി. ഇൻസ്പെക്ടറും ആ സമയത്ത് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം സാവധാനം ചോദിച്ചു, എന്തുപറ്റി? ജപ്തി ചെയ്യുമെന്നോ? ലതയുടെ അച്ഛൻ പറഞ്ഞു, അതെ, ഞങ്ങൾ സിറ്റിയിൽ വീട് വാങ്ങിയിരുന്നു. അതിന് ലോൺ എടുത്താണ് വാങ്ങിയത്. വലിയ പ്രശ്നമായി പോയി. ഞങ്ങളുടെ ബിസിനസ്സെല്ലാം നഷ്ടത്തിലായി. അതുകൊണ്ട് ബാങ്കിൽ നിന്നും ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അരുൺ ആകെ തകർന്നുപോയി. ഇത് നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞില്ലല്ലോ. ലത കണ്ണീർ വാർത്തു. എൻ്റെ അച്ഛൻ നേരത്തെ ഈ കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ ഇവിടുത്തെ ടെൻഷൻ ഞാനാണ് അതുകൊണ്ട് നിങ്ങളോടിത് പറയാതിരുന്നത്. ഒരു മനുഷ്യൻ കടബാധിതയിലാണെങ്കിൽ അവൻ പെട്ടെന്ന് പണം അന്വേഷിക്കും. സ്വത്തിൽ പങ്കു കിട്ടിയാൽ അതവന് വലിയൊരു പരിഹാരമാണ്. ഇൻസ്പെക്ടറുടെ മനസ്സിൽ ഒരു പുതിയ വര വീണു. അന്നേ ദിവസം വൈകുന്നേരം 3:30 മറ്റൊരു സംഭവം. ഇത്തവണ കാർത്തികിൻ്റെ ഭാര്യ രേവതി മുറിക്കുള്ളിലിരുന്ന് കരയുകയായിരുന്നു. വീടിന് പുറത്തൊരു ബൈക്ക്. അതിൽ നിന്നും ഇറങ്ങിയത് രേവതിയുടെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യം. എന്താ മോളെ, നീയും മരുമകനും കൂടി നന്നായി പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചുവല്ലേ? രേവതി ആകെ പരിഭ്രമിച്ചു പോയി. ഇൻസ്പെക്ടർ ഈ ശബ്ദം പുറത്തു നിന്നും കേട്ടു. എന്താണ് കാര്യം? രേവതിയുടെ അച്ഛൻ സാഹചര്യം മനസ്സിലാക്കാതെ കാര്യം പറയാൻ തുടങ്ങി. ഇവിടെ മോളുടെ പേരിലും മരുമകൻ്റെ പേരിലും ഒരുപാട് കടമുണ്ടല്ലോ. ഞാനാണ് വാങ്ങിക്കൊടുത്തത്. എല്ലാത്തിനും ഞാനാണ് ഗ്യാരണ്ടി ഒപ്പിട്ടത്. ഒടുവിൽ നോക്കുമ്പോൾ എല്ലാ കടക്കാരും വന്ന് എൻ്റെ കഴുത്തിന് പിടിക്കുന്നു. ആ വാക്കുകൾ കാർത്തികിന് പാതാളം തുറന്നതുപോലെയായിരുന്നു. എന്താ മാമ ഇത്? ഇങ്ങനെ വന്ന് പറയുന്നു. ഞാൻ എന്ത് ചെയ്യാനാണ്? എൻ്റെ മകൻ അവിടെ ബഹളം വയ്ക്കുന്നു. എല്ലാവരും എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എൻ്റെ മകൻ്റെ കൂടെ സ്വത്തുവകകളെല്ലാം പോകുമെന്നായി. മരുമകനെ, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഇപ്പോൾ ഇൻസ്പെക്ടർക്ക് മുന്നിൽ 2 വസ്തുതകൾ. മൂത്ത മരുമകളുടെ കുടുംബം വീട് ജപ്തിയിലാണ്. രണ്ടാമത്തെ മകൻ കടബാധിത ഒരു വലിയ ഇഷ്യൂ ആണ്. 2 കുടുംബങ്ങൾക്കും ഇപ്പോൾ സാമ്പത്തികമായി വളരെ കഷ്ടമായ അവസ്ഥ. 2 പേർക്കും പണം ആവശ്യമാണ്. ഈ സ്വത്ത് ഭാഗം വയ്ക്കൽ നടന്നാൽ ഇവർക്കൊരു ഷെയർ ലഭിക്കും. അതവർക്ക് പെട്ടെന്നുള്ളൊരു ആശ്വാസമായിരിക്കും. ഇൻസ്പെക്ടർ ഇപ്പോൾ തനിയൊരു നോട്ട്ബുക്കിൽ എഴുതി. ഫിനാൻഷ്യൽ പ്രഷർ, മോട്ടീവ്, മൾട്ടിപ്ലയർ. മുമ്പ് പ്രോപ്പർട്ടി മോട്ടീവ് കുറച്ച് പുതിയതായിരുന്നു. ഇപ്പോൾ വീടിനുള്ളിലും സംശയപ്പട്ടിക മാറി. അരുൺ കാർത്തികിനോട് പറഞ്ഞു, നിനക്കാണ് വലിയ കടബാധ്യത കൂടുതലുള്ളതെന്ന് തോന്നുന്നു. കാർത്തിക് അപ്പോൾ തിരിച്ചു ചോദിച്ചു, അതെ, നിന്റെ ഭാര്യയുടെ വീട് പോലും ബാങ്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. അതിപ്പോൾ നിന്റെ വൈഫിൻ്റെ വീട്ടിലും പ്രശ്നമല്ലേ? ഇപ്പോൾ കൊലപാതക അന്വേഷണം സ്വത്തിനു വേണ്ടി മാത്രമല്ല. കടം, അപമാനം, കുടുംബരഹസ്യം. ഇൻസ്പെക്ടർ ഇപ്പോൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മരണം ഒരു കാരണത്താൽ മാത്രം സംഭവിക്കില്ല. ചിലപ്പോൾ പല കാരണങ്ങൾ ഒന്നിച്ചു ചേരാം. അദ്ദേഹം സാവധാനം പറഞ്ഞു, ഇപ്പോൾ ഈ വീട്ടിൽ കൊലപാതകം ചെയ്തവർ മാത്രമല്ല, കടങ്ങളും ചുറ്റി നിൽക്കുന്നു.
അടുത്ത ദിവസം രാവിലെ 8:30 ഇൻസ്പെക്ടർ സെൽവരാജ് ഇന്ന് വീട്ടിലേക്ക് പോയില്ല. അദ്ദേഹം നേരെ ഗ്രാമത്തിലേക്ക് നടന്നു. അദ്ദേഹത്തിന് ഈ ഗ്രാമം നന്നായി അറിയാം. ഒരു കൊലപാതകം വീടിനുള്ളിൽ നടന്നാലും അതിൻ്റെ ചില സത്യങ്ങൾ പുറത്തായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഗ്രാമത്തിലൊരു പഴയ ചായക്കടയുണ്ട്. അദ്ദേഹം ആ ചായക്കടയിൽ കയറി ഒരു ചായ ഓർഡർ ചെയ്ത് ശാന്തനായിരുന്നു. ഗ്രാമത്തിലുള്ള പ്രായമായവർ ഇനിയും ഒരുപാട് പേർ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പോലീസ് സാവധാനം സംസാരിച്ചു. രാമസ്വാമി മരിച്ചല്ലോ, അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു? നല്ല മനുഷ്യനായിരുന്നോ? ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രായമായ ഒരാൾ സാവധാനം പറഞ്ഞു. നല്ലവനാണ് സാർ, പക്ഷേ ആ ഒരു വാചകം ഇൻസ്പെക്ടർക്ക് ഒരു സൂചന പോലെയായിരുന്നു. ഇൻസ്പെക്ടർ ഇപ്പോൾ കാഷ്വലായി ചോദിക്കുന്നത് പോലെ ചോദിച്ചു, എന്താണ് പക്ഷേ എന്ന് പറഞ്ഞത്? ആ മനുഷ്യനൊന്നും അടിച്ചു നിന്നു. അത് കുറച്ച് പഴയ കാര്യമാണ് സാർ. എന്ത് കാര്യം? അതൊരു 15 വർഷം മുമ്പുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു വേലക്കാരി പെണ്ണുണ്ടായിരുന്നു. ഇൻസ്പെക്ടറുടെ കണ്ണുകൾ കൂർപ്പിച്ചു. ആ പെണ്ണിൻ്റെ പേര് മല്ലിക. അത് 1986 കാലഘട്ടം വരെ ആ വീട്ടിലുണ്ടായിരുന്നു. ഒരു 7-8 വർഷം അവിടെ ഉണ്ടായിരുന്നു എന്ന് കരുതുന്നു. പക്ഷെ അതിനുശേഷം പെട്ടെന്ന് ആ പെണ്ണ് ജോലി നിർത്തിപ്പോയി. അതിനുശേഷമാണ് അറിഞ്ഞത് രാമസ്വാമി ഈ ഗ്രാമത്തിൽ തന്നെ ആ പെണ്ണിനൊരു വീട് നൽകിയിരിക്കുന്നുവെന്ന്. ഇൻസ്പെക്ടർ ഇപ്പോൾ നേരെ ആ പ്രായമായ ആൾ പറഞ്ഞ തെരുവിലേക്ക് പോയി. അവിടെ ഒരു ചെറിയ കുടിൽ, മൺതറയുള്ള വാതിൽക്കൽ ഒരു പയ്യൻ കളിച്ചുകൊണ്ടിരിക്കുന്നു. പയ്യന്റെ പ്രായം ഏകദേശം 14 വയസ്സുണ്ടാകും. ഇൻസ്പെക്ടർ സാവധാനം ചോദിച്ചു, ഇത് മല്ലികയുടെ വീടല്ലേ? അപ്പോൾ ഒരു സ്ത്രീ പുറത്തു വന്നു. അത് മല്ലികയായിരുന്നു. അവൾ ഇൻസ്പെക്ടറെ കണ്ടതും അവളുടെ മുഖം വിളറി. നിങ്ങൾ മല്ലികയല്ലേ? രാമസ്വാമിയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്നില്ലേ? അതെ സാർ, പക്ഷെ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ജോലി നിർത്തിയിട്ട് ഒരു 15-17 വർഷമായിട്ടുണ്ടാകും സാർ. ശരി, അകത്ത് വന്ന് സംസാരിക്കാമോ? വരൂ സാർ. അതേ മല്ലിക, എന്തുകൊണ്ടാണ് ജോലി നിർത്തിപ്പോയത്? ഇപ്പോൾ മല്ലിക മറുപടി നൽകിയില്ല. ഇൻസ്പെക്ടർ ശാന്തനായി നിന്നു. നിങ്ങളുടെ മകന് പ്രായം എത്രയായി? 14 വയസ്സ് സാർ. ഇൻസ്പെക്ടർ കണക്ക് കൂട്ടി. 14 വയസ്സ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലിൽ ഒരു ഉറപ്പ് കണ്ടു. ഇപ്പോൾ മല്ലികയുടെ കണ്ണുകളിൽ ഒരു ഭയമുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ഇപ്പോൾ നേരിട്ട് ചോദിച്ചു, മല്ലിക, രാമസ്വാമി മരിച്ചുപോയി, അറിയാമല്ലോ? മല്ലിക കരഞ്ഞുപോയി. ശരി, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു പ്രധാനപ്പെട്ട കേസ് കാര്യമായി, രാമസ്വാമി കേസ് കാര്യമായിട്ടാണ് വന്നത്. ഇവിടെ നോക്കൂ മല്ലിക, രാമസ്വാമിയുമായി നിങ്ങൾക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നോ? ഇപ്പോൾ മല്ലിക വീണ്ടും കരഞ്ഞു. അതെ ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടർ ശാന്തമായി ചോദിച്ചു, അദ്ദേഹം നിങ്ങളുടെ മകന് സഹായം നൽകാറുണ്ടോ? അവൾ തലയാട്ടി. അതെ, മാസാമാസം പണം തരും. ഇൻസ്പെക്ടറുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പുതിയ ചിന്ത. ഈ മകൻ അദ്ദേഹത്തിൻ്റെതാണെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ല ഇൻസ്പെക്ടർ, പക്ഷേ സഹായം മാത്രം ചെയ്യും. ഇൻസ്പെക്ടർ ആലോചിച്ചു. ഈ കാര്യം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അറിയാമോ? ഇപ്പോൾ ഇൻസ്പെക്ടറുടെ മനസ്സിൽ കണക്കുകൂട്ടലുകൾ മാറി മറിഞ്ഞു. ഇൻസ്പെക്ടർ ചോദിച്ചു, രാമസ്വാമി അടുത്തിടെ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നോ? മല്ലിക സാവധാനം പറഞ്ഞു. അതെ, ഒരു മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു. എന്തെങ്കിലും പറഞ്ഞോ? അതെ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മകൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഏതോ സ്വത്ത് കാര്യം. ഇൻസ്പെക്ടർ ഇപ്പോൾ വീണ്ടും ടൈം ലൈനിലേക്ക് മടങ്ങി. മല്ലികയുമായുള്ള ബന്ധവും ഈ മകനുള്ള സഹായവുമാണ് ഏറ്റവും വലിയ മോട്ടീവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. രാവിലെ 9:30 ഇൻസ്പെക്ടർ സെൽവരാജ് ഇന്ന് വീട്ടുവാതിൽക്കൽ നിന്നപ്പോൾ അദ്ദേഹത്തിന് ആ വീടിൻ്റെ കാറ്റ് തന്നെ മാറിയതുപോലെ തോന്നി. ഫിനാൻഷ്യൽ പ്രഷർ, പ്രോപ്പർട്ടി ടെൻഷൻ, ഇപ്പോൾ അതിനു മുകളിൽ മറ്റൊരു പുതിയ കാര്യം. അദ്ദേഹം നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു. ആരെയും ഉടൻ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹം ആദ്യം ഒരു സാധാരണ ചോദ്യം ചോദിച്ചു. ഈ ഗ്രാമത്തിൽ മല്ലിക എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. അവളെ നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാമോ? ആ പേര് ആ വീടിൻ്റെ ഉള്ളിൽ ആദ്യമായി കൊലപാതകത്തിന് ശേഷം മുഴങ്ങി. മീനാക്ഷി പെട്ടെന്ന് തലയുയർത്തി. മല്ലികയോ? അവളുടെ ശബ്ദം താഴ്ന്നതായിരുന്നു. ഇൻസ്പെക്ടർ ശാന്തനായി നോക്കി. അതെ, പഴയ വേലക്കാരി പെണ്ണ്. ആ പേര് പറയുമ്പോൾ മുഖം കറുത്തുപോയി. അതെ, ഒരുപാട് വർഷം മുമ്പ് ജോലി ചെയ്തിരുന്നു. ഇൻസ്പെക്ടർ അടുത്ത ചോദ്യം നേരിട്ട് ചോദിച്ചു. അവളെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല കിംവദന്തികളും കേട്ടിട്ടുണ്ടോ? അവൾ പെട്ടെന്ന് നിശബ്ദയായി. ആ നിശബ്ദത തന്നെയാണ് മറുപടി. അതായത് നിങ്ങളുടെ ഭർത്താവിന് അവളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം നേരിട്ട് ചോദിച്ചിട്ടില്ല. അദ്ദേഹം സാവധാനം ചുറ്റി വളച്ചു ചോദിച്ചു. നാട്ടിൽ ചിലർ വേറെ രീതിയിൽ പറയുന്നു. പഴയ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നതായി. മീനാക്ഷിയുടെ കൈകൾ വിറച്ചു. എന്ത് കാര്യം? ഇൻസ്പെക്ടറുടെ കണ്ണുകൾ അവളുടെ കണ്ണുകളിലായിരുന്നു. അല്ല, നാട്ടിൽ സംസാരിക്കുന്നതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് എനിക്കറിയണം. ഇൻസ്പെക്ടർ അമർത്തി പറയവേ മീനാക്ഷി ആഴത്തിൽ ശ്വാസം വലിച്ചു. നാട്ടിൽ എന്ത് വേണമെങ്കിലും പറയും ഇൻസ്പെക്ടർ, അതൊക്കെ നമുക്ക് സത്യമായി എടുക്കാൻ പറ്റുമോ? അത് നിഷേധവുമല്ല, അതൊരു മറച്ചുവെക്കലുമല്ല. ഇൻസ്പെക്ടർ ഇപ്പോൾ അരുണിനോട് ചോദിച്ചു. മല്ലികയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതെ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. ആ സ്ത്രീ പെട്ടെന്ന് ജോലി നിർത്തിപ്പോയതിൻ്റെ കാരണം അറിയാമോ? ഇല്ല, എനിക്കറിയില്ല. ഇൻസ്പെക്ടർ കാർത്തികിനോട് ചോദിച്ചു.
നിങ്ങൾ ആ കാലത്ത് വീടിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നതായി ഓർക്കുന്നുണ്ടോ? മല്ലിക ജോലി ചെയ്ത സമയത്ത്. കാർത്തിക് തലയാട്ടി. എനിക്കൊന്നും അറിയില്ല. പക്ഷേ ഇൻസ്പെക്ടർ ശ്രദ്ധിച്ചു. എല്ലാവരും പറയുമ്പോൾ മറുപടികൾ അവരുടെ കണ്ണുകൾക്ക് നേരെയായിരുന്നില്ല. ഇൻസ്പെക്ടർ വീണ്ടും മീനാക്ഷിയിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ നിങ്ങളോടൊരു ചോദ്യം മീനാക്ഷിയമ്മേ. നിങ്ങളുടെ ഭർത്താവിന് പുറത്ത് മറ്റൊരാളുമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നോ? ആ ചോദ്യം കത്തി പോലെ വന്ന മീനാക്ഷിയെ കുത്തി. മീനാക്ഷി പെട്ടെന്ന് കരഞ്ഞു. ഞാൻ ഈ വീടിനു വേണ്ടിയാണ് ജീവിച്ചത്. അതൊരു കുറ്റസമ്മതമല്ല, പക്ഷെ അതൊരു നിഷേധവുമല്ല. ഇൻസ്പെക്ടർ വീണ്ടും മല്ലികയെ കണ്ടു. ഇത്തവണ മല്ലികയോട് മറ്റൊരു ചോദ്യം ചോദിച്ചു. നോക്കൂ മല്ലിക, നിങ്ങളുടെ കാര്യം രാമസ്വാമിയുടെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും അറിയാമായിരുന്നോ? മല്ലിക കുറച്ചു നേരം നിശബ്ദയായി. അതേ ഇൻസ്പെക്ടർ, ഒരു തവണ രാമസ്വാമിയുടെ ഭാര്യ എന്നെ വന്ന് കണ്ട് സംസാരിച്ചു. ഇൻസ്പെക്ടർ ഉടൻ ശ്രദ്ധിച്ചു. എന്താണ് സംസാരിച്ചത്? നീ ഈ നാട് വിട്ടു പോയെന്ന് പറഞ്ഞു. ആ വാചകം ഈ അന്വേഷണത്തിൻ്റെ പുതിയൊരു മാനം നൽകി. അങ്ങനെയെങ്കിൽ മീനാക്ഷിക്ക് അറിഞ്ഞിരിക്കാൻ സാധ്യത കൂടുതലാണ്. ജോലി നിർത്തിപ്പോയത് സാധാരണമായല്ല, അതിന് വൈകാരികമായൊരു കാരണമുണ്ട്. ഇൻസ്പെക്ടർ അന്ന് വൈകുന്നേരം വീട്ടിൽ അനൗൺസ് ചെയ്തു. മല്ലികയുടെ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം മുഴുവൻ വിവരങ്ങളും പറഞ്ഞില്ല, പക്ഷേ ആ ഒരു വരി മതിയായിരുന്നു. അരുൺ ഞെട്ടലോടെ ചോദിച്ചു. എന്ത് കാര്യം പറഞ്ഞു? നിങ്ങളുടെ അച്ഛൻ്റെ ജീവിതത്തിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ആ വാചകത്തിൻ്റെ പിന്നിൽ ആ വീടിൻ്റെ ചുവരുകൾ പോലും തണുത്തുപോയി. മീനാക്ഷി പെട്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നാലും അത് മാത്രമായിരിക്കില്ല കാരണം. അതൊരു ആദ്യത്തെ വിള്ളലായിരുന്നു. ഇൻസ്പെക്ടർ സാവധാനം ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യം അറിഞ്ഞിട്ടുണ്ട്? അവൾ നിശബ്ദതയായിരുന്നു. ആ നിശബ്ദത ഇൻസ്പെക്ടർക്ക് മറ്റൊരു തെളിവായി. ഇപ്പോൾ സംശയിക്കുന്ന ദിശ മാറി. പ്രോപ്പർട്ടി മോട്ടീവുണ്ട്, ഫിനാൻഷ്യൽ പ്രഷറുണ്ട്. ഇപ്പോൾ മറ്റൊരു കാര്യവും, ഏറ്റവും വലിയ കാര്യം. കുടുംബത്തിൽ പലരും ഞെട്ടിയതുപോലെ കാണിച്ചു. പക്ഷേ സത്യത്തിൽ അവർക്കെല്ലാം അറിയാമായിരുന്നോ? അതോ പുതിയതായി ഞെട്ടുകയാണോ? ഇൻസ്പെക്ടർ എല്ലാവരുടെയും മുഖം നോക്കി. പിന്നെ പതുക്കെ പുറത്തേക്ക് വന്നു. പുതിയൊരു കണക്ക് കൂട്ടൽ. ഒരു മനുഷ്യൻ കൊല്ലപ്പെടുമ്പോൾ അയാളുടെ കഴിഞ്ഞ കാലമാണ് അയാളെ കൊല്ലുക. രാവിലെ 10:05 ഇൻസ്പെക്ടർ സെൽവരാജ് രജിസ്റ്റർ ഓഫീസിലായിരുന്നു. ഒരു പഴയ അലമാര, മങ്ങിയ ഫയലുകൾ, രജിസ്റ്റർ ബുക്കുകളിൽ പൊടി. അദ്ദേഹം ചോദിച്ചു. രാമസ്വാമിയുടെ പേരിൽ റീസെൻ്റായി ഡ്രാഫ്റ്റ് സെറ്റിൽമെൻറ്റ്, അതിൽ വല്ല സ്വത്തുഭാഗം വയ്ക്കൽ ചെയ്ത കോപ്പിയുണ്ടോ? ക്ലർക്ക് ഒരു പഴയ ഫയലെടുത്തു. ഫൈനൽ രജിസ്ട്രേഷൻ ഒന്നുമില്ല, പക്ഷേ ഡ്രാഫ്റ്റ് നോട്ടറൈസ്ഡ് കോപ്പിയാണ്. ഇൻസ്പെക്ടർ ആ കോപ്പി സാവധാനം തുറന്നു. ഡോക്യുമെൻറ്റിൻ്റെ ഡേറ്റ് മരണത്തിന് 3 ആഴ്ച മുമ്പുള്ളതാണ്. അതിലെഴുതിയിരിക്കുന്നത് വീടും 4 ഏക്കറും അരുണിന്, 2 ഏക്കർ കാർത്തികിന്, കമലയ്ക്ക് പണവും കുറച്ച് സ്വർണവും, മീനാക്ഷിക്ക് വീട്, ജീവിതാവസാനം വരെ താമസിക്കാൻ. ഇൻസ്പെക്ടർ ആ പേജ് ശ്രദ്ധയോടെ നോക്കി. അതിൽ അവസാനം ഒരു വരി. കൂടാതെ ഒരു വ്യക്തിപരമായ ക്രമീകരണം പ്രത്യേക ആധാരത്തിൽ രേഖപ്പെടുത്തും. ആ വരി അണ്ടർലൈൻ ചെയ്തിരുന്നു. ഇൻസ്പെക്ടറുടെ കണ്ണുകൾ അവിടെ നിന്നു. ആ വരി വളരെ വളരെ പ്രധാനമാണ്. ആ ഡ്രാഫ്റ്റിൽ ഒരാളുടെ പേരില്ലാതെ പ്രത്യേക ആധാരം എന്ന് സൂചിപ്പിക്കുന്നത് സാധാരണ കാര്യമല്ല. അദ്ദേഹം ക്ലർക്കിനോട് ചോദിച്ചു. ഈ പ്രത്യേക ആധാരം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ക്ലർക്ക് ഇപ്പോൾ ഇൻഡെക്സ് പരിശോധിച്ചു. ഇല്ല, അതായത് ആ ആധാരം ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. പ്രത്യേക ആധാരം എന്നാൽ എന്താണ്? ട്രസ്റ്റ് ഫോർമേഷൻ ഓർ ഗിഫ്റ്റ്? അതോ അനധികൃത അവകാശമുള്ളതോ അങ്ങനെ വല്ലതും? ഇൻസ്പെക്ടർ ആ സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചു. അദ്ദേഹം നേരിട്ടിപ്പോൾ അഡ്വക്കേറ്റ് ഓഫീസിലേക്ക് പോയി. രാമസ്വാമിക്ക് ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ ലോയറെ കണ്ടു. അദ്ദേഹം പാർട്ടീഷൻ ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞതിനെക്കുറിച്ച് സംസാരിച്ചു. അതെ സാർ, ആ പ്രത്യേക ആധാരം അതെന്താണ്? ലോയർ കുറച്ചു നേരം നിശബ്ദനായിരുന്നു. സാർ, അദ്ദേഹം അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിരുന്നു. ഒരു മൈനർ പയ്യന് 1 ഏക്കർ ഭൂമി ഏർപ്പാട് ചെയ്തു കൊടുക്കണം. അവൻ്റെ ഭാവിക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകണമെന്ന് പറഞ്ഞു. ഇൻസ്പെക്ടറുടെ മുഖം മാറിയില്ല. അദ്ദേഹം പ്രതീക്ഷിച്ചതാണ്. ആ പയ്യൻ്റെ പേര് പറഞ്ഞോ? ലോയർ സാവധാനം പറഞ്ഞു. ആ പയ്യൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. എങ്കിലും അത് പെട്ടെന്ന് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇൻസ്പെക്ടർ നേരെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം എല്ലാവരെയും വിളിച്ചു. അദ്ദേഹം ആദ്യം മീനാക്ഷിയോട് സംസാരിച്ചു. നിങ്ങളുടെ ഭർത്താവ് സ്വത്ത് ഭാഗം വയ്ക്കുന്ന ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിരുന്നു, നിങ്ങൾക്കറിയാമായിരുന്നോ? അവൾ നിശബ്ദയായിരുന്നു. അതിലൊരു വരിയുണ്ട്, പ്രത്യേക ആധാരമെന്ന്. ഇപ്പോൾ മീനാക്ഷിയുടെ മുഖത്ത് ആശയക്കുഴപ്പം. എനിക്കറിയില്ല, ഇൻസ്പെക്ടർ സാവധാനം പറഞ്ഞു. അദ്ദേഹം ഒരാൾക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മീനാക്ഷിയുടെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. ആര്? മല്ലിക എന്ന പെണ്ണിനാണോ? ഇൻസ്പെക്ടർ ആ വാക്ക് ശ്രദ്ധിച്ചു. അവൾ ആ പെണ്ണെന്നാണ് പറഞ്ഞത്. പയ്യനെ പറ്റി പറഞ്ഞില്ല. അതായത് അവൾക്ക് മല്ലികയെക്കുറിച്ച് അറിയാം. ആ പയ്യനാണ് അദ്ദേഹം കൊടുക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പയ്യനെക്കുറിച്ച് പറയുമായിരുന്നു. ഇൻസ്പെക്ടർ ഒന്ന് വൈകുന്നേരം എല്ലാവരെയും വിളിച്ചു. ആ സ്വത്താധാരത്തിൽ ഒരു കാര്യമുണ്ട്.
പ്രത്യേക ആധാരമെന്ന്. അരുൺ ചോദിച്ചു, അതെന്ത് ആധാരമാണ്? ഒരാൾക്ക് സെറ്റിൽമെന്റ് ചെയ്യാൻ പോവുകയായിരുന്നു നിങ്ങളുടെ അച്ഛൻ പ്രത്യേക ആധാരത്തിലൂടെ. നിശബ്ദനായി അരുൺ ഇരുന്നു. കാർത്തിക് സാവധാനം ചോദിച്ചു, അതാരാണ്? ഇൻസ്പെക്ടർ നേരിട്ട് മറുപടി പറഞ്ഞില്ല. അറിയാവുന്ന പയ്യനാണ്, ഈ ഗ്രാമത്തിൽ തന്നെയുണ്ട്, ഒരു ചെറിയ പയ്യൻ. ആ വരി ആ വീടിനെ തന്നെ തണുപ്പിച്ചു. പെട്ടെന്ന് അരുൺ ദേഷ്യത്തോടെ, അതാണോ കാര്യം? ആ പയ്യന് പങ്കു കൊടുക്കാൻ വിചാരിച്ചിരുന്നെന്നോ? അപ്പോൾ നമ്മളെ എല്ലാവരെയും അച്ഛൻ പറ്റിക്കുകയായിരുന്നു. കാർത്തിക് ഉറക്കെ പറഞ്ഞു. അതുകൊണ്ടായിരിക്കും നീ ജോലി തീർത്തതല്ലേ? ആ വാചകം പൂർത്തിയായില്ല. ഇൻസ്പെക്ടർ ശ്രദ്ധിച്ചു. ദേഷ്യത്തിൽ തിളച്ചു വരുന്ന വാക്കുകൾ. ഇപ്പോൾ മോട്ടീവ് സ്വത്തും മറ്റൊരു മകനും. ഇത് രണ്ടും മോട്ടീവാണ്. വൈകുന്നേരം 4:30. ഇൻസ്പെക്ടർ സെൽവരാജ് ഹാളിൻ്റെ നടുവിൽ നിന്നു. അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന ഫയൽ സാവധാനം അടച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു തീരുമാനവുമില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബലം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ജീവിതം മാത്രം ഓടിക്കൊണ്ടേയിരുന്നു. ഈ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ കാരണങ്ങളുണ്ട്. ഓരോരുത്തർക്കും മോട്ടീവുണ്ട്. ഇൻസ്പെക്ടർ തൻ്റെ മുന്നിലുണ്ടായിരുന്ന കണക്കുകളെല്ലാം ഒരു ഭാഗത്ത് വെച്ച് പ്രോപ്പർട്ടി ലോൺ എല്ലാറ്റിനെയും മാറ്റി നിർത്തി. ഇപ്പോൾ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. ആരെയും വെറുതെ വിടരുത്, ആരെയും ഒഴിവാക്കരുത്. അരുൺ പുറമേ ദേഷ്യം കാണിക്കുന്നു. അവൻ തൻ്റെ അച്ഛനെ ഒരുപാട് വിശ്വസിച്ചിരുന്നു. പക്ഷെ ആ സ്വത്തിൽ അവനായിരുന്നു ഏറ്റവും കൂടുതൽ ഷെയർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മോട്ടീവ് അവനില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ സ്വത്ത് വീണ്ടും ഷെയർ മാറ്റാൻ സാധ്യതയുണ്ട്. പ്രത്യേക ആധാരം വരുമ്പോൾ അവൻ്റെ പങ്ക് കുറഞ്ഞേക്കാം. കൂടാതെ അവൻ്റെ ഭാര്യയുടെ വീട്ടിൽ വലിയ ആവശ്യമുണ്ട്. ഉടനടി അവർക്ക് പണം ആവശ്യമാണ്. ഇൻസ്പെക്ടർ ആലോചിച്ചു. അവന് ഓൾറെഡി ബെനഫിഷ്യറിക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാകുമല്ലോ. അവന് 10:40 ഉണർന്നിരുന്നു എന്ന് പറയുന്നു. പക്ഷേ 11 മണിക്കാണ് മുകളിൽ പോയതെന്ന് പറയുന്നു. അയാളുടെ ടൈം ലൈനിൽ ഇടവേളയുണ്ട്. ഗുളിക കുപ്പി എടുക്കാൻ അവന് അനുവാദമുണ്ട്. അവൻ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. രണ്ടാമത്തേത് കാർത്തിക്. ബിസിനസ് വീക്കായി. വലിയ വലിയ അപമാനമുണ്ട് അവന്. ജ്യേഷ്ഠനാണ് എല്ലാം ചെയ്യുന്നതെന്ന ദേഷ്യമുണ്ട്. അവൻ ഇതുവരെ ഒന്നും ചോദിച്ചില്ലെന്ന് പറയുന്നു. അതുമാത്രമല്ല, ആ സമയത്ത് അവൻ ആ ഭാഗത്ത് ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നുവെന്ന് വീട്ടിലുള്ളവർ പറയുന്നു. ഇവൻ പറയുന്നത് എനിക്ക് ശബ്ദം കേട്ടില്ല എന്ന്. കാർത്തികിനെയും ഒഴിവാക്കിയില്ല. അതിനുശേഷം ലതയെയും ഒഴിവാക്കിയില്ല. രേവതി രണ്ടാമത്തെ മരുമകൾ, അവളെയും ഒഴിവാക്കിയില്ല. മീനാക്ഷി ഭാര്യ, അവൾക്കാണ് ഏറ്റവും സ്ട്രോങ് ആയ മോട്ടീവ് ഉള്ളത്. അവളുടെ മനസ്സിൽ ആ അവിഹിത ബന്ധത്തെക്കുറിച്ചുള്ള വലിയൊരു ആഘാതം ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. സമയം നോക്കി കാത്തിരുന്നിട്ടുണ്ടാകാം. അവൾക്കുള്ള മോട്ടീവും സ്ട്രോങ് ആണ്. സുമിത്ര സഹോദരി, അവൾക്ക് സ്വത്തിൽ പങ്കില്ല. സാമ്പത്തികമായി അവൾ ഇൻസെക്യൂറാണ്. അവൾക്കും മോട്ടീവുണ്ട്. അതുമാത്രമല്ല, സുമിത്രയുടെ മകനും മരുമകളും ഈ വീട്ടിൽ തന്നെയാണുള്ളത്. അവർക്കുള്ള മോട്ടീവും കൂടുതലാണ്. രാമസ്വാമിയുടെ മരുമകനും മകളും, അവർക്കുമുള്ള മോട്ടീവ് ഒരുപാടുണ്ട്. എല്ലാവരും ഇപ്പോൾ സംശയ നിഴലാണ്. ഇതിൽ നിന്നും പുറത്തു നിർത്താൻ പറ്റുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ആരുമില്ല. ഇൻസ്പെക്ടർ അന്ന് വൈകുന്നേരം എല്ലാവരെയും ഒരിടത്ത് കൂട്ടി. അദ്ദേഹം ഒരു വാചകം മാത്രം പറഞ്ഞു. ഈ വീട്ടിൽ ഓരോരുത്തർക്കും കൊലപാതകം ചെയ്യാൻ കാരണമുണ്ട്. അദ്ദേഹം ആരെയും പ്രത്യേകം പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം തുടർന്നു പറഞ്ഞു, സ്വത്ത് പ്രശ്നമായിരിക്കാം, അപമാനം ഒരു കാരണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പഴയ രഹസ്യം പോലും കാരണമായിരിക്കാം. ആ വാക്കുകൾ ഓരോരുത്തരുടെയും മുഖത്ത് പ്രതിഫലിച്ചു. അദ്ദേഹം പെട്ടെന്ന് നിശബ്ദനായി. ഈ നിശബ്ദത അസഹനീയമായിരുന്നു. ഇൻസ്പെക്ടർ സാവധാനം പറഞ്ഞു, ഞാൻ ഇതുവരെയും ആരെയും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. കാരണം ഞാൻ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. ആ വരി എല്ലാവർക്കും ഒരുപോലെ ഭയം നൽകി. ആ രാത്രി ഇൻസ്പെക്ടർ വീടിനു ചുറ്റും പെട്രോളിംഗ് വെക്കാൻ പറഞ്ഞു. അദ്ദേഹം കാരണം പറഞ്ഞില്ല. അദ്ദേഹത്തിനറിയാം, കുറ്റവാളി അസ്വസ്ഥനാകും, തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കുറ്റസമ്മതം നടത്തും. ഇൻസ്പെക്ടർ ജീപ്പിലിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത, സ്ട്രോങ്ങസ്റ്റ് മോട്ടീവ് ആരുടെ അടുത്താണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം വീട്ടിലുള്ള ഓരോരുത്തർക്കും ഒരു കാരണമുണ്ട്. അദ്ദേഹം സാവധാനം ചിരിച്ചു. സത്യം ഒരാളുടെ അടുത്തുണ്ട്, പക്ഷെ അതിപ്പോൾ എല്ലാവരുടെയും നിഴലിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നു. വൈകുന്നേരം സാവധാനം ഇരുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. സൂര്യൻ പൂർണ്ണമായും മറഞ്ഞില്ലെങ്കിലും ആ പഴയ വീടിൻ്റെ ഹാളിൽ ഇതിനകം ഒരു കനത്ത നിഴൽ പടർന്നിരുന്നു. ആ നിഴൽ വെറും വെളിച്ചക്കുറവ് കൊണ്ടുണ്ടായതല്ല. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രൂപപ്പെട്ട സംശയങ്ങളുടെ ഭാരം കാരണമുണ്ടായ മാനസിക സമ്മർദ്ദത്തിൻ്റെ നിഴലായിരുന്നു. ഇൻസ്പെക്ടർ സെൽവരാജ് ഹാളിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫയലുകളൊന്നുമില്ല, പേപ്പറുകളുമില്ല. അദ്ദേഹം ഒരു രേഖയും വായിച്ചില്ല. എങ്കിലും അദ്ദേഹം അവിടെ നിന്ന രീതി ഒരു വിധി വായിക്കപ്പെട്ട അവസ്ഥയിലാണെന്ന തോന്നൽ ആ വീട്ടിലുണ്ടായിരുന്ന ഓരോരുത്തർക്കും തോന്നി. ഓരോരുത്തരുടെയും ഞരമ്പുകൾ അത് പടർന്നു. അദ്ദേഹം സാവധാനം എല്ലാവരെയും ഒന്ന് നോക്കി. ആ നോട്ടം കുറ്റപ്പെടുത്തുന്ന നോട്ടമല്ല, പക്ഷെ അത് ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് എന്തിനെയോ അളന്നു നോക്കുന്ന അളവുകോൽ പോലെയായിരുന്നു. ആ നോട്ടത്തിൽ തിരക്കില്ല, ദേഷ്യമില്ല, പക്ഷെ അതിൽ ഭയപ്പെടുത്തുന്ന നിശബ്ദതയുണ്ടായിരുന്നു.
ഇന്ന് ഞാനൊരു കാര്യം വ്യക്തമായി പറയാൻ പോവുകയാണ് എന്ന് അദ്ദേഹം സാവധാനം പറഞ്ഞു. ആ സാവധാനത്തിലുള്ള ശബ്ദം പോലും ആ വീടിൻ്റെ ഉള്ളിലെ ചുവരുകളിൽ പ്രതിധ്വനിക്കുന്നത് പോലെ എല്ലാവർക്കും കേട്ടു. ആ ഒരു വാചകത്തിന് ശേഷം ആരും അനങ്ങിയില്ല. കാറ്റുപോലും നിന്നതുപോലെ തോന്നി. ഇൻസ്പെക്ടർ പെട്ടെന്ന് തൻ്റെ നോട്ടം കാർത്തിക്കിൻ്റെ മേൽ ഉറപ്പിച്ചു. അതൊരു പെട്ടെന്നുള്ള മാറ്റമല്ല. സാവധാനം അദ്ദേഹം തൻ്റെ നോട്ടം അവിടെ എത്തിച്ചു. പക്ഷെ അവിടെ എത്തിയ ശേഷം അത് മാറാതെ നിന്നു. കാർത്തിക്, നീയാണ് അന്ന് രാത്രി മുകളിൽ പോയത്. ഇതാണ് സത്യം, ഇൻസ്പെക്ടർ സാവധാനം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഉയർച്ചകളില്ലായിരുന്നു. പക്ഷെ ആ വാക്കുകൾ നേരിട്ട് നെഞ്ചിലേക്ക് കുത്തുന്നത് പോലെയായിരുന്നു. കാർത്തിക് ഇപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റ രീതിയിൽ ആത്മരക്ഷയുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യമുണ്ടായിരുന്നു. പക്ഷെ ആ ദേഷ്യത്തിന് താഴെ ഒരു ഭയം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് അവിടെ ഉണ്ടായിരുന്ന ആർക്കും വ്യക്തമായി പറയാൻ കഴിയില്ല. അതെ ഇൻസ്പെക്ടർ, ഞാൻ പോയി, അവൻ കടുപ്പത്തിൽ പറഞ്ഞു. അവൻ്റെ ശബ്ദം ഞെട്ടിക്കുന്ന തരത്തിൽ വേഗത്തിലായിരുന്നു. പക്ഷേ ഞാൻ അച്ഛനെ ഒന്നും ചെയ്തിട്ടില്ല. ഇൻസ്പെക്ടർ ഇപ്പോൾ അവനെ തടഞ്ഞില്ല. അവനോട് നിൽക്കാനും പറഞ്ഞില്ല. അദ്ദേഹത്തിന് അവനെ പൂർണ്ണമായി സംസാരിക്കാൻ വിടണമായിരുന്നു. കാരണം ഒരു മനുഷ്യൻ തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവൻ്റെ യഥാർത്ഥ മാനസികാവസ്ഥ വെളിപ്പെടുക. നീ മുകളിൽ പോയ സമയം 10:45 മുതൽ 11 മണി വരെയാണ്. ഇൻസ്പെക്ടർ സാവധാനം തുടർന്നു. ആ സമയമാണ് നിന്റെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്ന അവസാന നിമിഷങ്ങൾ. അദ്ദേഹം കാർത്തികിനെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ അദ്ദേഹം സത്യത്തിൽ ശ്രദ്ധിച്ചത് കാർത്തികിന് പിന്നിലിരുന്ന രേവതിയുടെ മുഖമാണ്. അവളുടെ കൈകൾ പരസ്പരം മുറുകെ പിടിച്ചിരുന്നു. അവളുടെ വിരലുകൾ വെളുത്തുമാറിയിരുന്നു. അവളുടെ ശ്വാസം പോലും വേഗത്തിലായിരുന്നു. നീ തന്നെയല്ലേ ഡ്രോയർ തുറന്നത്? ഇൻസ്പെക്ടർ പെട്ടെന്ന് പറഞ്ഞു. ആ വാക്കൊരു ബോംബ് പോലെ പൊട്ടിത്തെറിച്ചു. അത് സത്യമാണോ അത് തെളിയിക്കപ്പെട്ടതാണോ എന്നറിയില്ല. അതൊരു ഏറ്റുമുട്ടലിനുള്ള കളമായിരുന്നു. കാർത്തിക് ഇപ്പോൾ ഒരടി മുന്നോട്ട് വെച്ചു. ഇല്ല ഇൻസ്പെക്ടർ, അത് നുണയാണ്, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അവൻ്റെ ശബ്ദത്തിലെ ദേഷ്യം മാത്രമല്ല, തൻ്റെ മേൽ ചുമത്തപ്പെട്ട അന്യായമായ കുറ്റത്തോടുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. അരുണിപ്പോൾ കാർത്തികിനെ നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ അവൻ്റെ മുഖത്ത് ഞെട്ടലില്ലായിരുന്നു. അത് ഇൻസ്പെക്ടർക്ക് ഒരു ചെറിയ സൂചനയായി. ഒരാൾ തൻ്റെ അനിയനെ ഇങ്ങോട്ട് നേരിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ സാധാരണമായി ഞെട്ടലോ അല്ലെങ്കിൽ ഒരു അംഗീകാരമോ വരും. പക്ഷെ ഇവിടെ അത് കണക്ക് കൂട്ടി നോക്കുന്നത് പോലെയായിരുന്നു. ഇൻസ്പെക്ടർ സാവധാനം ഹാളിൻ്റെ നടുവിൽ ഒരു വട്ടം നടന്നു. അദ്ദേഹം സംസാരിക്കാതെ നടന്ന ഏതാനും സെക്കൻഡുകൾ യഥാർത്ഥ സമ്മർദ്ദമുണ്ടാക്കി. ആ നിശബ്ദതയിൽ ഓരോരുത്തരും തങ്ങളുടെ ശ്വാസത്തിൻ്റെ ശബ്ദം പോലും കേട്ടു. ബി.പി. ഗുളിക പൊടിയായി പാലിൽ കലക്കി. അദ്ദേഹം പറഞ്ഞു, അത് ചെയ്യണമെങ്കിൽ സമയം വേണം, സമാധാനം വേണം. ആ സമാധാനം ഈ വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് മുകളിൽ പോകാൻ നിനക്കൊരു അവസരമുണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് നിർത്തി. പക്ഷേ എന്ന് പറഞ്ഞു. ആ പക്ഷേ എന്നൊരു വാക്ക് എല്ലാവരെയും നിർത്തിച്ചു. ഞാൻ ഇനിയും ആരെയും പേരെടുത്ത് പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞു. അതൊരു അപ്രതീക്ഷിതമായ മാറ്റമായിരുന്നു. കാർത്തിക് ഒരു നിമിഷം കുഴങ്ങി. രേവതി കരഞ്ഞുകൊണ്ട് അവനെ നോക്കി. മീനാക്ഷി പെട്ടെന്ന് തലയുയർത്തി. ഇൻസ്പെക്ടർ കാർത്തികിൻ്റെ അടുത്തേക്ക് പോയി സാവധാനം, എന്നാൽ എല്ലാവർക്കും കേൾക്കുന്ന തരത്തിൽ പറഞ്ഞു, നിന്റെ മേൽ സംശയമുണ്ട് കാർത്തിക്, പക്ഷെ അത് മാത്രമല്ല സത്യം. അദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞ് ലതയെ നോക്കി. അടുക്കളയിൽ അന്ന് രാത്രി ആരൊക്കെ ഉണ്ടായിരുന്നു? ആ മാറ്റം ഒരു മിന്നൽ പിണർ പോലെയായിരുന്നു. ലത ഞെട്ടിപ്പോയി. അവൾ മറുപടി പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം കണ്ണുകളടച്ചു. ഞാനുണ്ടായിരുന്നു, രേവതി ഉണ്ടായിരുന്നു, അതിനുശേഷം നാത്തൂനും വന്നിരുന്നു, പിന്നെ സുമിത്രയും വന്നു. ആ പേര് പുറത്തു വന്ന ഉടനെ സുമിത്ര തലയുയർത്തി നോക്കി. അവളുടെ മുഖത്ത് മാറ്റങ്ങളൊന്നുമില്ലായിരുന്നു. അത് ഇൻസ്പെക്ടർക്ക് വലിയൊരു ശ്രദ്ധേയമായ കാര്യമായി. കാരണം വലിയ സമ്മർദ്ദത്തിൽ പോലും മുഖഭാവം മാറാത്ത മുഖം ചിലപ്പോൾ സത്യം മറയ്ക്കുന്ന മുഖമായിരിക്കും. ഇൻസ്പെക്ടർ ഇനിയും ആരെയും നേരിട്ട് കുറ്റപ്പെടുത്തിയില്ല. പക്ഷെ അദ്ദേഹം അടുത്ത വാക്കുകൾ സാവധാനം അളന്നെടുത്തു. നിങ്ങളുടെ ചേച്ചിയല്ലേ പാൽ തിളപ്പിച്ചത്? അതെ, ഈ വീട്ടിൽ ഓരോരുത്തർക്കും കാരണമുണ്ട്, കാർത്തികിനുമുണ്ട്. ആ വാക്കുകൾ വീട്ടിലുള്ളവരെ ഞെട്ടിച്ചു കളഞ്ഞു. അരുൺ ഇപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റു. അതായത് അവനാണോ? ഇൻസ്പെക്ടർ നേരിട്ട് അവനെ നോക്കി. അത് മാത്രമല്ല അരുൺ, നിനക്കും കാരണമുണ്ട്. നിന്റെ ഭാര്യയുടെ വീട്ടിൽ വലിയ പ്രശ്നമുണ്ടായിരുന്നല്ലോ. അതിന് ഉടനടി പണം ആവശ്യമായിരുന്നല്ലോ. അരുണിന്റെ മുഖത്ത് ആദ്യമായി നാണക്കേടും ദേഷ്യവും കലർന്ന ഭാവം വന്നു. അവനുടൻ ലതയെ നോക്കി. ഇപ്പോൾ ലത കണ്ണുകൾ താഴ്ത്തി. അതെ ഇൻസ്പെക്ടർ, അത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് പ്രശ്നം. അതിനൊന്നും ഞാൻ എല്ലാവരോടും കാരണം പറയണമെന്ന് നിർബന്ധമില്ല. രേവതി ഇപ്പോൾ കരയാൻ തുടങ്ങി. ഇതൊരു ഏറ്റുമുട്ടലായി. ഒരാളിൽ നിന്ന് മാറി മുഴുവൻ വീടിനെയും ചുറ്റിപ്പറ്റി നിന്നു. ഇൻസ്പെക്ടർ സാവധാനം പറഞ്ഞു, ഞാൻ കാർത്തികിനോട് ചോദിക്കുന്നു എന്നതുകൊണ്ട് അവനാണ് കൊലപാതകം ചെയ്തതെന്ന് അർത്ഥമില്ല. ഞാൻ അവനെ ചോദ്യം ചെയ്യുന്നത് നിങ്ങളുടെ റിയാക്ഷൻ, പ്രതികരണം കാണാനാണ്. ആ യഥാർത്ഥ ലക്ഷ്യം അദ്ദേഹം പുറത്തു പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അതുണ്ടായിരുന്നു. ഈ വീട്ടിൽ ആരോ ഒരാൾ, നിങ്ങൾ സത്യം പറയുക തന്നെ വേണം. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. ഇൻസ്പെക്ടർ പെട്ടെന്ന് ശാന്തനായി നിന്നു. ആ നിശബ്ദത നീണ്ടുപോയി. വിജയ് പെട്ടെന്ന് പറഞ്ഞു, ഇല്ല, കാർത്തിക് ചെയ്തിട്ടുണ്ടാവില്ല. ആ പാതിവാചകം ആ വീടിനെ വെട്ടിമുറിച്ചു. ഇൻസ്പെക്ടർ ഇപ്പോൾ അവനെ സാവധാനം നോക്കി. അങ്ങനെയെങ്കിൽ വേറെ ആരായിരിക്കും ചെയ്തത്?
വിജയ് ഇപ്പോൾ വായടച്ചു. അവൻ്റെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു. അത് കാർത്തിക്കിന് വേണ്ടിയുള്ള ഭയമായിരുന്നോ അതോ മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ഭയമായിരുന്നു? അത് ആ നിമിഷത്തിൽ ആർക്കും പറയാൻ കഴിഞ്ഞില്ല. ഇൻസ്പെക്ടർ ആ നിമിഷം മനസ്സിൽ കുറിച്ചു വെച്ചു. അതിനുശേഷം അദ്ദേഹം സാവധാനം പറഞ്ഞു, ഇപ്പോൾ ഞാൻ ആരെയും അറസ്റ്റ് ചെയ്യില്ല. പക്ഷെ ഞാൻ ഇനിയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. അദ്ദേഹം വീട് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഓരോരുത്തരും ഓരോ ചോദ്യത്തോടെയായിരുന്നു ആരെയാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്, ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇൻസ്പെക്ടർ പുറത്തു വന്നപ്പോൾ സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചിരുന്നു. പക്ഷേ വീടിൻ്റെ ഉള്ളിലെ അന്വേഷണം വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു പോലീസിൻ്റെ അന്വേഷണം മാത്രമല്ല, അത് പരസ്പരം സംശയിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അന്വേഷണമായിരുന്നു. ആ രാത്രി അന്വേഷണം കഴിഞ്ഞ ശേഷം വീട് മുഴുവനും ഒരു തരത്തിലുള്ള പരിഭ്രമത്തിലായി. അത് വെറും പരിഭ്രമം മാത്രമല്ല, അതൊരു കുറ്റാരോപണം വീട്ടിൽ അവശേഷിപ്പിച്ച സമ്മർദ്ദത്തിൻ്റെ ഭാരമായിരുന്നു. ഓരോരുത്തരും തങ്ങളുടെ മുറിയിലേക്ക് പോയെങ്കിലും ആർക്കും ഉറക്കം വന്നില്ല. ശ്വാസം പോലും ശബ്ദമായി കേൾക്കുന്ന തരത്തിൽ ശാന്തമായിരുന്നു വീട്. കാർത്തിക് മാത്രം തൻ്റെ മുറിയിൽ മുന്നോട്ടും പിന്നോട്ടും നടക്കുകയായിരുന്നു. അവൻ്റെ മനസ്സിൽ ഇൻസ്പെക്ടർ പറഞ്ഞ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും ഉച്ചത്തിൽ കേട്ടുകൊണ്ടേയിരുന്നു. നീയാണ് ഡ്രോയർ തുറന്നത്. അവൻ്റെ ഉള്ളിൽ ഒരു കാര്യം മാത്രം വന്നുകൊണ്ടേയിരുന്നു, ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞാനെന്തോ മറയ്ക്കുന്നു എന്ന് അവർ പറയുന്നു. അടുത്ത ദിവസം രാവിലെ 7:30 ഇൻസ്പെക്ടർ വീണ്ടും വീടിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഇത്തവണ അദ്ദേഹം ആരെയും വിളിച്ചില്ല. പക്ഷെ അദ്ദേഹം നേരിട്ട് കാർത്തികിനോട് പറഞ്ഞു, തനിയെ നിന്നോട് സംസാരിക്കണം കാർത്തിക്. ആ വീടിനടുത്തുള്ള ചെറിയ മുറിയിലേക്ക് രണ്ടുപേരും പോയി. വാതിൽ പൂർണ്ണമായും അടച്ചില്ല, എങ്കിലും പുറത്താർക്കും ശരിയായി കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അത് ചാരിവെച്ചു. ഇൻസ്പെക്ടർ ചോദ്യങ്ങളൊന്നും ഉടനെ ചോദിച്ചില്ല. അദ്ദേഹം ഒരു കസാരയിലിരുന്ന് കാർത്തികിനെ തന്നെ നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യമില്ലായിരുന്നു, എങ്കിലും കാർത്തികിന് അസ്വസ്ഥതയുണ്ടായി. കാർത്തിക്, എനിക്കറിയാം, ഇന്നലെ നീ മുഴുവൻ സത്യവും പറഞ്ഞില്ല. ഇൻസ്പെക്ടർ സാവധാനം പറഞ്ഞു. കാർത്തിക് ഏതാനും സെക്കൻഡുകൾ നിശബ്ദനായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് അവൻ ആഴത്തിൽ ശ്വാസം വലിച്ചു. അത് ഒരു മനുഷ്യൻ തൻ്റെ തോളിലുണ്ടായിരുന്ന ഭാരം താഴെ വയ്ക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് എടുക്കുന്ന ശ്വാസം പോലെയായിരുന്നു. അതെ ഇൻസ്പെക്ടർ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. ശബ്ദമിടറി. അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ മുകളിൽ പോയത് സത്യമാണ്. ഇൻസ്പെക്ടർ അനങ്ങാതെ നിന്നു. അപ്പോൾ അച്ഛൻ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാർത്തിക് സാവധാനം പറഞ്ഞു. ഞാൻ ഉള്ളിൽ ചെന്നപ്പോൾ അദ്ദേഹം മേശക്കരികിൽ ഇരിക്കുന്നുണ്ട്. ഗ്ലാസ് കയ്യിലുണ്ടായിരുന്നു. പകുതി പാൽ കുടിച്ചിരുന്നു. ഇൻസ്പെക്ടർ സാവധാനം ചോദിച്ചു, പിന്നെന്ത് സംഭവിച്ചു? ഞാൻ അച്ഛനോട് പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ ഇപ്പോൾ താഴേക്ക് കുനിഞ്ഞു. അച്ഛാ, എൻ്റെ ഭാര്യയുടെ വീട്ടിൽ വലിയ കടബാധ്യതയുണ്ട്. എനിക്കും ബിസിനസ്സെല്ലാം നഷ്ടമാണ്. എൻ്റെ ഭാര്യയുടെ വീട്ടുകാരുടെ അടുത്ത് നിന്നും ഞാൻ ഒരുപാട് കടം വാങ്ങിയിട്ടുണ്ട്. വളരെ നാണക്കേടായിരിക്കുന്നു അച്ഛാ. ആ പണം എനിക്ക് കൊടുത്തേ പറ്റൂ. ദയവായി ഭൂമി ഭാഗം വെച്ച് തരികയോ അല്ലെങ്കിൽ പണം തരികയോ ചെയ്യൂ. അവൻ്റെ ശബ്ദത്തിൽ നാണക്കേടുണ്ടായിരുന്നു. അത് തൻ്റെ പിതാവിനോട് പണം ചോദിക്കേണ്ടി വന്ന അവസ്ഥയിലുള്ള നാണക്കേടായിരുന്നു. നിങ്ങളുടെ അച്ഛൻ എന്ത് പറഞ്ഞു കാർത്തിക്? ഇൻസ്പെക്ടർ ചോദിച്ചു. കാർത്തിക് തലയുയർത്തി. ആ ഓർമ്മയിൽ അവൻ്റെ മുഖത്ത് വീണ്ടും ദേഷ്യം കണ്ടു. അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ ഈ സമയത്തൊരു തീരുമാനവും എടുക്കാൻ കഴിയില്ല കാർത്തിക്. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞു. ഇൻസ്പെക്ടർ ശാന്തനായി കേട്ടിരുന്നു. ഞാൻ ചോദിച്ചു, ഏത് സമയമാണച്ചാ? എൻ്റെ കടം തലയ്ക്ക് മുകളിലാണ്. ഇനി എന്തിനാണ് സമയം നോക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കൂ കാർത്തിക്. ഇപ്പോൾ സ്വത്ത് കാര്യത്തിൽ എനിക്കൊരു തീരുമാനവും എടുക്കാൻ കഴിയില്ല എന്ന് അച്ഛൻ പറഞ്ഞു. ഈ ഒരു വാക്ക് ഇൻസ്പെക്ടർക്ക് പ്രധാനമായി തോന്നി. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ പറഞ്ഞതെന്ന് കാർത്തികിനെ നോക്കി ഇൻസ്പെക്ടർ ചോദിച്ചപ്പോൾ കാർത്തിക് കുറച്ചു നേരം നിശബ്ദനായിരുന്നു. എനിക്കറിയില്ല ഇൻസ്പെക്ടർ. പക്ഷെ അച്ഛൻ ആ സമയത്ത് ടെൻഷനിലായിരുന്നു. എന്തോ മനസ്സിൽ വച്ചിരിക്കുന്നത് പോലെ തോന്നി. ഇൻസ്പെക്ടറുടെ മനസ്സിലൊരു പ്രത്യേക ആധാരം ഓർമ്മ വന്നു. നീ നിന്റെ അച്ഛനോട് ദേഷ്യപ്പെട്ടോ കാർത്തിക്? ഇൻസ്പെക്ടർ ചോദിച്ചു. കാർത്തിക് ചിരിച്ചു. ആ ചിരി വേദന നിറഞ്ഞതായിരുന്നു. ദേഷ്യമോ? പിന്നെ ദേഷ്യപ്പെടാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ദേഷ്യപ്പെട്ടു. എപ്പോഴും നിങ്ങൾക്ക് ജ്യേഷ്ഠനാണ് പ്രധാനം. ഞാൻ നിങ്ങൾക്ക് പ്രധാനമേ അല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് സംഭവിച്ചു? ഇൻസ്പെക്ടറുടെ ചോദ്യം ശാന്തമായിരുന്നു. അതിനുശേഷം അച്ഛൻ നിശബ്ദനായിരുന്നു. ഞാൻ വാതിൽ ശബ്ദമടച്ച് പുറത്തു വന്നു. അതിനുശേഷം ഞാൻ താഴെ വന്നു. ഞാൻ അദ്ദേഹത്തെ തൊട്ടിട്ടില്ല. ഞാൻ ആ വഴി പോയത് സത്യമാണ്. ഞാൻ മരുന്ന് എടുത്തിട്ടില്ല. ഞാൻ ആ പാൽ ഗ്ലാസിൽ പോലും കൈവച്ചിട്ടില്ല. ഇൻസ്പെക്ടർ അവനെ ശ്രദ്ധിച്ചു. ആ സമയത്ത് നിങ്ങളുടെ അച്ഛൻ സുഖമായിരുന്നോ? കാർത്തിക് കുറച്ചു നേരം ആലോചിച്ചു. അതെ, അച്ഛൻ്റെ ശ്വാസം ശരിയായിരുന്നു. പക്ഷേ ശബ്ദം കുറച്ച് കടുപ്പമുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗ്ലാസ് പിടിച്ചിരുന്നു. ഇൻസ്പെക്ടർ കണക്കുകൂട്ടി. ആ സമയത്ത് ശരീരത്തിൽ മാറ്റങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ശരി കാർത്തിക്, നീ പുറത്തു വന്ന ശേഷം ആരെങ്കിലും കണ്ടോ? കാർത്തിക് പെട്ടെന്ന് മടിച്ചു നിന്നു. ഇല്ല, ഞാൻ ആരെയും കണ്ടില്ല. പക്ഷേ മുറിയുടെ ഭാഗത്തുനിന്ന് കറണ്ടില്ലായിരുന്നു. ആരോ നടന്നു പോയതുപോലെ എനിക്ക് തോന്നി. എവിടെ നടന്നുപോയി? താഴെ ഇരുട്ടായതുകൊണ്ട് എനിക്കത് ആരാണെന്ന് ശരിക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അത് സത്യമാണോ അതോ കാർത്തിക്
തന്നെ രക്ഷിക്കാൻ വേണ്ടി പറയുന്ന ശ്രമമാണോ? ഇൻസ്പെക്ടർ ഇപ്പോൾ അവൻ പറഞ്ഞ കാര്യത്തെ ഉടൻ തള്ളിക്കളഞ്ഞില്ല. നീ ആ രാത്രി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. കാർത്തിക് സാവധാനം ചിരിച്ചു. ഞാൻ ഓൾറെഡി സസ്പെക്റ്റ് പോലെ ആയിരുന്നല്ലോ. ഈ കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ തന്നെയായിരിക്കും സംശയിക്കുക എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഞാനിത് മറച്ചു വെച്ചത്. ഇപ്പോൾ എനിക്ക് മറയ്ക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ അച്ഛനോട് നിങ്ങൾ സംസാരിച്ച അവസാന വാക്കെന്താണ്? അതാണ് പറഞ്ഞത് ഇൻസ്പെക്ടർ. ഇപ്പോൾ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അച്ഛൻ പറഞ്ഞു. ആ വാക്ക് ഇൻസ്പെക്ടർക്ക് പരിചിതമായിരുന്നു. മീനാക്ഷിയും ഇതുപോലെയാണ് പറഞ്ഞത്. അതായത് ആ രാത്രി രാമസ്വാമിയുടെ മനസ്സിലൊരു തീരുമാനമുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ഇപ്പോൾ എഴുന്നേറ്റു. നീ മുകളിൽ പോയത് മറച്ചു വയ്ക്കാൻ പാടില്ലായിരുന്നു കാർത്തിക്. പക്ഷെ നീ പറഞ്ഞത് പൂർണ്ണമായ സത്യമാണോ അല്ലയോ എന്ന് എനിക്കിപ്പോൾ അറിയില്ല. കാർത്തിക് ഉടൻ ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്നെ സംശയിക്കുകയാണോ? ഇൻസ്പെക്ടർ അവനെ നേരിട്ട് നോക്കി. ഞാനിതുവരെ ആരെയും വിശ്വസിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം വാതിൽ തുറന്ന് പുറത്തു വന്നു. വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്നു. കാർത്തികിൻ്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും വിധി വായിക്കാൻ കഴിയുമോ എന്ന് അവർ ശ്രമിച്ചു. ഇൻസ്പെക്ടർ ശാന്തമായി പറഞ്ഞു. കാർത്തിക് മുകളിൽ പോയത് ഉറപ്പാണ്. അദ്ദേഹം അച്ഛനുമായി പിണങ്ങിയത് ഉറപ്പാണ്. അദ്ദേഹം അച്ഛനോട് പണം ചോദിച്ചത് ഉറപ്പാണ്. പക്ഷേ അതവനാണ് ചെയ്തതെന്ന് പറയാൻ കഴിയില്ല. ആ വാചകം വീണ്ടും ആശയക്കുഴപ്പം നൽകി. അരുണിപ്പോൾ കാർത്തിക്കിനെ നോക്കി. രേവതി കണ്ണുനീർ തുടച്ചു. മീനാക്ഷി ചുവരിൽ പിടിച്ചു നിന്നു. ഇൻസ്പെക്ടർ സാവധാനം കൂട്ടിച്ചേർത്തു. പക്ഷെ ആ പിണക്കം, ആ ദേഷ്യം, ആ വാക്കുകൾ, അതും ഈ കേസിൽ പ്രധാനമാണ്. അദ്ദേഹം ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ആ രാത്രി 10:45 മുതൽ 11 മണി വരെ നടന്ന ഓരോ നിമിഷവും എനിക്ക് പുനഃസൃഷ്ടിക്കണം. അദ്ദേഹം സാവധാനം പറഞ്ഞു. കാർത്തിക് മുകളിൽ പോയത് സത്യമാണ്. പക്ഷെ അവൻ താഴെ വന്ന ശേഷം വേറെ ആരും മുകളിൽ പോയി? അതാണിപ്പോൾ ചോദ്യം. അതുമാത്രമല്ല, മുകളിൽ പോയോ അതോ അതിനു മുമ്പ് തന്നെ പാലിൽ ഈ പൊടി ചേർത്ത് നൽകിയത് ആരാണ്? ആ ചോദ്യം ആ വീട്ടിലുണ്ടായിരുന്ന ഓരോരുത്തരെയും ഉലച്ചു. ഈ കൊലപാതക കേസ് അവസാന അധ്യായത്തിലേക്ക് നീങ്ങുകയായിരുന്നു. വൈകുന്നേരം 5:30 വീട്ടിലുള്ള എല്ലാവരെയും പുറത്തു പോകാൻ പറഞ്ഞ് ഇൻസ്പെക്ടർ സെൽവരാജ് ആ വീട് ശൂന്യമാക്കി. ആ വീടിൻ്റെ ഹാളിൻ്റെ നടുവിലുണ്ടായിരുന്ന മരക്കസേര അല്പം നീക്കി ജനൽ ഭാഗത്ത് വെച്ചു. ജനലിലൂടെ വെളിച്ചം ഉള്ളിലേക്ക് വീണു. മീനാക്ഷിയുടെ മുഖത്ത് വീഴുന്ന രീതിയിൽ അദ്ദേഹം അത് സജ്ജീകരിച്ചു. അതൊരു ചോദ്യം ചെയ്യലല്ല, എങ്കിലും അദ്ദേഹം ആ സ്ഥലത്തെ അങ്ങനെ മാറ്റി. മീനാക്ഷിയമ്മേ, നിങ്ങൾ മാത്രം ഉള്ളിലേക്ക് വരൂ എന്ന് അദ്ദേഹം പറഞ്ഞു. മീനാക്ഷി സാവധാനം നടന്നു വന്നിരുന്നു. അവളുടെ മുഖത്ത് തളർച്ചയുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ അവൾക്ക് പല വർഷങ്ങൾ പ്രായമായതുപോലെ തോന്നി. ഇൻസ്പെക്ടർ നേരിട്ട് ചോദ്യത്തിലേക്ക് പോയില്ല. അദ്ദേഹം സാവധാനം തുടങ്ങി. നിങ്ങൾ രാമസ്വാമിയോടൊപ്പം എത്ര വർഷം ജീവിച്ചു? 35 വർഷം, അവൾ സാവധാനം പറഞ്ഞു. ആ 35 വർഷത്തിൽ അദ്ദേഹം നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? ആ ചോദ്യം നേരിട്ട് നെഞ്ചിലേക്ക് കുത്തുന്നതായിരുന്നു. മീനാക്ഷി പെട്ടെന്ന് തലയുയർത്തി. അത് പറഞ്ഞതാണല്ലോ ഇൻസ്പെക്ടർ, മല്ലികയുടെ കാര്യം. ആ കാര്യം ഒരു അംഗീകാരം പോലെയായിരുന്നു. ഇൻസ്പെക്ടർ ഇപ്പോൾ അടുത്ത വാക്കുകൾ അളന്നു പറഞ്ഞു. മല്ലികയെ കൂടാതെ നിങ്ങളുടെ ഭർത്താവിന് വേറെ ആരോടെങ്കിലും ബന്ധമുണ്ടായിരുന്നു? ഇപ്പോൾ മീനാക്ഷിയുടെ വിരലുകൾ വിറച്ചു. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മല്ലികയുമായി നിങ്ങളുടെ ഭർത്താവിന് ബന്ധമുണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു? ഇതൊരു ചോദ്യമല്ല, ഇതൊരു വാചകമാണ്. മീനാക്ഷിയുടെ കണ്ണുകൾ അടച്ചു. അതെ, ഒരു ഭാര്യയായി എനിക്ക് അറിയാതിരിക്കുമോ? എനിക്കെല്ലാം അറിയാം. പക്ഷെ ഇതൊന്നും എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇൻസ്പെക്ടർ ശ്രദ്ധയോടെ ചോദിച്ചു. ആ മല്ലികയ്ക്കൊരു മകനുണ്ട്, നിങ്ങൾക്കറിയാമോ? മീനാക്ഷി കരഞ്ഞുപോയി. എനിക്കറിയാം എന്ന് പറഞ്ഞു. കുറ്റസമ്മതം ആ മുറിയെ വീണ്ടും തണുപ്പിച്ചു. ഇൻസ്പെക്ടർ സാവധാനം ചോദിച്ചു. ആ മകൻ നിങ്ങളുടെ ഭർത്താവിൻ്റെ മകനാകാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു? സംശയമൊന്നുമല്ല ഇൻസ്പെക്ടർ, അതെൻ്റെ ഭർത്താവിൻ്റെ മകൻ തന്നെയാണ്. തീർച്ചയായും. ഇൻസ്പെക്ടർ കുറച്ചു നേരം നിശബ്ദനായിരുന്നു. അതിനുശേഷം അദ്ദേഹം നേരിട്ട് ചോദിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യമുണ്ടാവുക, നിങ്ങൾക്കല്ലേ അപമാനമുണ്ടാവുക? അദ്ദേഹം ആ പയ്യനെ സ്വത്ത് നൽകാൻ തീരുമാനിച്ചിരുന്നു. ആ പ്രത്യേക ആധാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാതിരിക്കാൻ സാധ്യതയില്ലല്ലോ. മീനാക്ഷി ഇപ്പോൾ പെട്ടെന്ന് ഉറക്കെ കരഞ്ഞു. ഇല്ല ഇൻസ്പെക്ടർ, അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കൊല്ലില്ല. ഞാൻ എൻ്റെ ഭർത്താവിനെ കൊല്ലില്ല. ഇൻസ്പെക്ടറുടെ ശബ്ദം ശാന്തമായിരുന്നു. തീർച്ചയായും ആ സമയത്ത് നിങ്ങളാണ് പാൽ കലർത്തി നൽകിയത്. പാലിൽ അമിതമായ BP ഗുളിക കലർത്തി നൽകിയിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ മരണത്തിൻ്റെ കാരണം. ഇല്ല ഇൻസ്പെക്ടർ, ഇല്ല. മീനാക്ഷി ഏതാണ്ട് അലറി. അവളുടെ കൈകൾ വിറച്ചു. ഞാൻ ആ പാൽ കയ്യിലെടുത്തപ്പോൾ പോലും എനിക്കറിയില്ല ഈ പാലിൽ എന്താണ് കലർത്തിയിരിക്കുന്നതെന്ന്. സത്യമായി അറിയില്ല. ഇൻസ്പെക്ടർ സാവധാനം ചോദിച്ചു. ആ രാത്രി നിങ്ങളുടെ ഭർത്താവ് ടെൻഷനിലായിരുന്നല്ലോ, അത് നിങ്ങൾക്കറിയാമോ? അത് അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി നിശബ്ദനായിരുന്നു. എൻ്റെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത് പോലും ഒഴിവാക്കി. നിങ്ങൾ അന്ന് രാത്രി മല്ലികയുടെ കാര്യം നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിച്ചോ? മീനാക്ഷി തലയാട്ടി. ഇല്ല ഇൻസ്പെക്ടർ, ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് വർഷങ്ങളായി സംസാരിക്കാറില്ല. ഇൻസ്പെക്ടർ പറഞ്ഞു. ആ പയ്യന് നിങ്ങളുടെ ഭർത്താവ് സ്വത്ത് നൽകാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകും.
ഞാൻ ദേഷ്യപ്പെടില്ല ഇൻസ്പെക്ടർ, മീനാക്ഷി സാവധാനം പറഞ്ഞു. അദ്ദേഹം തന്നെ ഒരു തവണ എന്നോട് പറഞ്ഞു, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് മീനാക്ഷി, അത് ഞാനാണ് തിരുത്തേണ്ടത്. ആ വരി ഇൻസ്പെക്ടർക്ക് പ്രധാനമായിരുന്നു. അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? എനിക്ക് ആദ്യം ദേഷ്യം വന്നു, പക്ഷെ കൊലപാതകം ചെയ്യുന്ന അത്രയും ദേഷ്യമില്ല. ഞാൻ എനിക്കുള്ളിൽ തന്നെ അതൊതുക്കി. ഇൻസ്പെക്ടർ അവളെ കുറച്ചു നേരം നോക്കിയിരുന്നു. അവളുടെ കണ്ണുകളിൽ കുറ്റബോധമൊന്നുമില്ലായിരുന്നു, പക്ഷെ അതിൽ മുറിവേറ്റ വേദനയുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ വീണ്ടും ചോദിച്ചു, ഇവിടെ നോക്കൂ മീനാക്ഷിയമ്മേ, നിങ്ങൾക്കാണ് പ്രതികാരത്തിൻ്റെ മോട്ടീവ് കൂടുതലുള്ളത്. അഭിമാനത്തിൻ്റെ മോട്ടീവുണ്ട്, സ്വത്തുക്കൾ കുറയാൻ പോകുന്നു എന്ന ഭയമുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തിന് ഇത് ചെയ്തുകൂടാ ഒരു ദേഷ്യത്തിൽ? മീനാക്ഷി ഇപ്പോൾ കണ്ണുനീർ തുളച്ചു. 35 വർഷം കൂടെ ജീവിച്ചവൻ, അവനോട് എനിക്ക് ദേഷ്യം വരാം, പക്ഷേ അവൻ്റെ ശ്വാസം നിർത്തണമെന്ന് ഞാൻ ഒരു നാളും വിചാരിക്കില്ല. അവളുടെ ശബ്ദത്തിൽ ഉറച്ച ഉറപ്പുണ്ടായിരുന്നു. ഇൻസ്പെക്ടർ ശ്രദ്ധിച്ചു. അവളുടെ മറുപടി ആത്മരക്ഷാർത്ഥമുള്ളതല്ല. ഇപ്പോൾ മീനാക്ഷി ഇൻസ്പെക്ടറെ ശാന്തമായി നോക്കി. ഇവിടെ നോക്കൂ ഇൻസ്പെക്ടർ, നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, പക്ഷെ ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല. ആ വാക്കുകളിൽ ശങ്കയൊന്നുമില്ലായിരുന്നു. ഇൻസ്പെക്ടർ എഴുന്നേറ്റു. വാതിൽ തുറക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി മീനാക്ഷിയോട് പറഞ്ഞു. മീനാക്ഷിയമ്മേ, നിങ്ങൾക്കറിയാവുന്ന മറ്റെന്തോന്ന് ഇനിയുമുണ്ട്. അത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. മീനാക്ഷി നിശബ്ദയായിരുന്നു. ഇൻസ്പെക്ടർ പുറത്തു വന്നു. വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും മീനാക്ഷിയെ നോക്കി. അവൾ സാവധാനം നടന്നു വന്നിരുന്നു. ഇൻസ്പെക്ടർ സംസാരിക്കാൻ തുടങ്ങി. മീനാക്ഷിക്ക് മോട്ടീവുണ്ട്, പക്ഷെ മോട്ടീവ് മാത്രം പോരാ. ആ വരി വീണ്ടും എല്ലാവരെയും തുല്യമായ ആശയക്കുഴപ്പത്തിലാക്കി. വീണ്ടും ഞാൻ വരുമ്പോൾ കൊലയാളിയെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ മാത്രമായിരിക്കും വരുന്നത്, ഇൻസ്പെക്ടർ പറഞ്ഞിട്ട് പോയി. വീണ്ടും അദ്ദേഹം വന്നപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു. ഈ തവണ ആരും സംസാരിച്ചില്ല. ഇൻസ്പെക്ടർ സെൽവരാജ് മാത്രം നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഫയൽ. ആ ഫയൽ വളരെ കനത്തതായിരുന്നു, പക്ഷെ അതിൽ കടലാസുകളൊന്നുമില്ല, കണക്കുകൂട്ടലുകളായിരുന്നു. അദ്ദേഹം സാവധാനം തുടങ്ങി. ഈ വീട്ടിൽ നടന്നത് ആസൂത്രിതമായ കൊലപാതകമാണ്. അദ്ദേഹത്തിൻ്റെ വാക്ക് പല ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി വ്യക്തമായി മുഴങ്ങി. ഇൻസ്പെക്ടർ കാർത്തികിനെ നോക്കി. കാർത്തിക്, നീ മുകളിൽ പോയത് ഉറപ്പാണ്. നീ പിണങ്ങിയത് ഉറപ്പാണ്. നീ നിന്റെ അച്ഛനോട് പണം ചോദിച്ചത് ഉറപ്പാണ്. കാർത്തിക് ശാന്തനായി നിന്നു. ഇൻസ്പെക്ടർ തുടർന്നു, നിനക്ക് മോട്ടീവുണ്ട്. അദ്ദേഹം ഇപ്പോൾ തിരിഞ്ഞ് മീനാക്ഷിയെ നോക്കി. നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയ മോട്ടീവുണ്ട്, അപമാനമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. മീനാക്ഷി കണ്ണുനീർ തുടച്ചു. അതിനുശേഷം ലതയെ നോക്കി. ലത, നിങ്ങൾക്ക് പോലും മോട്ടീവുണ്ടല്ലോ. അദ്ദേഹം സാവധാനം ആ ഹാളിൻ്റെ നടുവിൽ നിന്നു. ഈ 3 പേരിൽ ആരോ ഒരാളാണ്. ആ വാചകം ആ വീടിനെ സ്തംഭിപ്പിച്ചു. അരുൺ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. ഇല്ല, എൻ്റെ ഭാര്യ ആയിരിക്കില്ല, ഇൻസ്പെക്ടർ സാവധാനം പറഞ്ഞു. തെളിവുകളെല്ലാം ഈ 3 പേരെയും തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം നിശബ്ദനായി. ആ നിശബ്ദത അസഹനീയമായിരുന്നു. ഇൻസ്പെക്ടർ സാവധാനം പറഞ്ഞു, ഗുളിക പൊടിച്ച് അലിയിക്കണം, എങ്കിലത് നേരിയ പൊടിയായിരിക്കണം. ഡ്രോയറിൽ ഉണ്ടായിരുന്ന ഗുളികകൾ സാധാരണ ഗുളികകളാണ്. അദ്ദേഹം മേശപ്പുറത്തിപ്പോൾ ഒരു കവർ വെച്ചു. അടുക്കളയിലെ മൈദപ്പാത്രമുണ്ടല്ലോ. എല്ലാവരും ആശയക്കുഴപ്പത്തോടെ നോക്കി. ഇൻസ്പെക്ടർ സാവധാനം പറഞ്ഞു, ഗുളികപ്പൊടി പാലിൽ ലയിക്കുമ്പോൾ അത് പൂർണ്ണമായി ലയിക്കണമെങ്കിൽ ഒരു ഡ്രൈ മീഡിയത്തിൽ ആദ്യം പൊടിക്കണം. അദ്ദേഹം ഇപ്പോൾ സാവധാനം പറഞ്ഞു, ആ ഡ്രൈ മീഡിയം മൈദയാണ്. അന്ന് രാത്രി അടുക്കളയിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? ലത സാവധാനം പറഞ്ഞു, ഞാനുണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു, രേവതി ഉണ്ടായിരുന്നു, നാത്തൂൻ പോലും അപ്പോൾ ഒരു സമയം വന്നു. പിന്നെ സുമിത്ര വന്നു. ആ പേര് ആദ്യമായി കനത്തിൽ മുഴങ്ങി. ഇൻസ്പെക്ടർ സാവധാനം സുമിത്രയെ നോക്കി. അവളുടെ മുഖത്തൊരു മാറ്റവുമില്ലായിരുന്നു. ഇൻസ്പെക്ടർ സാവധാനം പറഞ്ഞു, സ്വത്ത് പങ്കിടുമ്പോൾ നിങ്ങളുടെ പേരില്ലല്ലോ സുമിത്രയെ. സുമിത്ര നിശബ്ദതയായിരുന്നു. അതെ, രജിസ്റ്റർ ഓഫീസിലുണ്ടായിരുന്ന ആ സ്വത്ത് പങ്കിടൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ സുമിത്ര സാവധാനം പറഞ്ഞു, ഇല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇൻസ്പെക്ടർ ഇപ്പോൾ സാവധാനം ഫയൽ തുറന്നു. രജിസ്റ്റർ കോപ്പിയിൽ ഒരു ഫിംഗർ പ്രിൻ്റ് അടയാളം മാച്ച് ആകുന്നുണ്ട്. അടുക്കളയിലെ സ്റ്റോറേജ് ഏരിയയിലും അത് മാച്ച് ആകുന്നു. ഇൻസ്പെക്ടർ ഇപ്പോൾ സാവധാനം തുടർന്നു, നിങ്ങൾക്ക് നേരിട്ടൊരു പങ്കുമില്ല. നിങ്ങളുടെ ഭർത്താവിന് ബിസിനസ് സ്റ്റേബിൾ അല്ല. നിങ്ങളുടെ ഭാവി ജീവിതം തകർന്ന അവസ്ഥയിലാണ്. പിന്നെ നിങ്ങളുടെ മകനുമൊന്നുമില്ല, നിങ്ങളുടെ മരുമക്കൾക്കൊന്നുമില്ല. അതുമാത്രമല്ല, മല്ലികയുടെ മകന് നിങ്ങളുടെ പങ്കു പോകാൻ പോകുന്നതായി നിങ്ങൾ കരുതി. ആ സ്ഥലത്ത് ഇൻസ്പെക്ടർ നിശബ്ദനായിരുന്നു. ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന സഹോദരിക്ക് പങ്കില്ല, പക്ഷെ പുറത്തുള്ളൊരു വേലക്കാരിയുടെ മകന്. ആ വരി സുമിത്രയുടെ മുഖം വലിഞ്ഞു മുറുക്കി. അവൾ ചുണ്ടുകടിച്ചു. ഇൻസ്പെക്ടർ സാവധാനം ഓരോ നിമിഷവും വിവരിച്ചു. നിങ്ങളാണൊരു 9 മണിയോടെ അടുക്കളയിൽ വന്നത്. മൈദപാത്രം തുറന്നു. ഗുളിക പൊടിച്ച് മൈദയിൽ കലർത്തിയതുകൊണ്ട് ലയിക്കുന്നത് എളുപ്പമായി. ഇപ്പോൾ അദ്ദേഹം പാൽ ഗ്ലാസ് സാങ്കല്പികമായി എടുത്തു. മീനാക്ഷി പാലെടുത്തു. അവർക്കറിയില്ലായിരുന്നു. അദ്ദേഹം കാർത്തികിനെ നോക്കി. നീ മുകളിൽ പോയി അച്ഛനുമായി വഴക്കുണ്ടാക്കിയപ്പോൾ രാമസ്വാമി ഇതിനകം പകുതി പാൽ കുടിച്ചിരുന്നു.
ഇൻസ്പെക്ടർ സെൽവരാജ് അല്പം ഇടവേള വിട്ടു നിർത്തി. നീ താഴെ വന്ന ശേഷമാണ് ആ ഗുളിക പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആ ടെക്കെന്ന ശബ്ദം, അത് തളർന്നു വീണ നിങ്ങളുടെ അച്ഛൻ ടേബിളിൽ പിടിച്ചു വലിച്ചതാണ്. ഇൻസ്പെക്ടർ നേരിട്ട് പറഞ്ഞു, കാർത്തിക് കൊലയാളിയല്ല, മീനാക്ഷിയും കൊലയാളിയല്ല, ലതയും കൊലയാളിയല്ല. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇപ്പോൾ പെട്ടെന്ന് ഉറപ്പുള്ളതായി. കൊലപാതകം ചെയ്തത് വേറെ ആരുമല്ല, സുമിത്രയാണ്. ആ വാക്ക് ആ വീട്ടിൽ പൊട്ടിത്തെറിച്ചു. എല്ലാവരും ഇപ്പോൾ സുമിത്രയെ നോക്കി. അവൾ നിവർന്നു നിന്നു. അതെ അതെ, ഞാൻ തന്നെയാണ് കൊന്നത്. സുമിത്രയുടെ കണ്ണുകളിൽ കണ്ണുനീരില്ലായിരുന്നു, പക്ഷേ ദേഷ്യമുണ്ടായിരുന്നു. അവൻ എൻ്റെ ജ്യേഷ്ഠനാണ്. എല്ലാം അവൻ എനിക്ക് ഭാഗിച്ചു നൽകുമെന്ന് ഞാൻ കരുതി. ഇത്രയും കാലമായി ഒന്നുമില്ലാതെ ഈ വീട്ടിൽ തന്നെ ഒരു വേലക്കാരിയെപ്പോലെ ഇരുന്ന എനിക്ക് അവൻ എന്ത് നൽകി? ഒന്നും നൽകിയില്ല. അവസാന കാലത്ത് എന്തെങ്കിലും സ്വത്ത് ഭാഗം വെച്ച് തരും. എൻ്റെ മക്കൾക്ക് നൽകാമെന്ന് വിചാരിച്ചാൽ അതുമില്ല. ആ വേലക്കാരിയുടെ മകന് സ്വത്തിൽ പകുതി എഴുതി വെച്ചിരിക്കുന്നു. അതാണ് എനിക്ക് ദേഷ്യം വന്നത്. അതുകൊണ്ടാണ് ഞാൻ പാലിൽ ഗുളിക കലർത്തി നൽകിയത്. ഇപ്പോൾ ഇൻസ്പെക്ടർ സെൽവരാജ് ശാന്തനായി സുമിത്രയെ നോക്കി. ഈ ഗുളിക അലിയിക്കുന്ന കാര്യം ഇതെല്ലാം നിങ്ങൾ പുസ്തകത്തിൽ വായിച്ചാണല്ലേ അറിഞ്ഞത്? ഇപ്പോൾ സുമിത്ര പുരുകമുയർത്തി. അതെ, നിങ്ങൾ ലൈബ്രറിയിൽ നിന്നും അവസാനമായി എടുത്ത മെഡിക്കൽ സംബന്ധമായ പുസ്തകം ഞാൻ കണ്ടു. അതിലാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു മനസ്സിലാക്കിയത്. എങ്ങനെയൊക്കെ കൊല്ലാം, എത്ര ഡോസ് നൽകാം, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞത് ആ പുസ്തകത്തിൽ നിന്നാണ്. മീനാക്ഷി കസാരയിലേക്ക് ഇരുന്നു. അരുൺ സ്തംഭിച്ചുപോയി. കാർത്തിക് ശ്വാസം വിട്ടു. ഇൻസ്പെക്ടർ സാവധാനം പറഞ്ഞു, കൊലപാതകം ചെയ്യുമ്പോൾ നിങ്ങൾ ആരെയും സംശയിക്കില്ല എന്ന് കരുതി. പക്ഷേ നിങ്ങളിപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഘടന തന്നെ തകർത്തിരിക്കുന്നു. കോൺസ്റ്റബിൾമാർ ഉള്ളിലേക്ക് വന്നു. സുമിത്ര തിരിഞ്ഞു നോക്കി. അതെ, എൻ്റെ ജ്യേഷ്ഠൻ ചതിച്ചു, അതുകൊണ്ടാണ് അവനെ കൊന്നത്. ഇൻസ്പെക്ടർ മറുപടി പറഞ്ഞു, ചതി കൊലപാതകത്തിന് കാരണമാകാൻ കഴിയില്ല. വീടിനുള്ളിൽ വീണ്ടും നിശബ്ദത. ഈ തവണ ആ നിശബ്ദത മറ്റൊരു രീതിയിലുള്ളതായിരുന്നു. ഇൻസ്പെക്ടർ പുറത്തേക്ക് നടന്നു പോകുമ്പോൾ സാവധാനം പറഞ്ഞു, ചതിക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ അത് കൊലപാതകം ചെയ്തല്ല വേണ്ടത്. ജീവിച്ചു കാണിക്കണം. അവർക്ക് മുന്നിൽ അധ്വാനിച്ച് ജീവിച്ചു കാണിക്കണം. അതാണ് യഥാർത്ഥ ജീവിതം. അത് പറഞ്ഞുകൊണ്ട് ഇൻസ്പെക്ടർ നടന്നുപോയി. അപ്പോൾ ഇതാണ് കഥ. സുമിത്രയാണ് കൊന്നതെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? എന്തായാലും ഇനിയും പുതിയ കഥയുമായി വരാം. ലവ് യു ഓൾ. ബൈ.